വിവാദങ്ങൾക്കിടെ വനിതാ മതിൽ നാളെ നടക്കും. വൈകിട്ട് 4 മണിക്ക് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയാണ് വനിതാ മതിൽ സംഘടിപ്പിക്കുന്നത്. നവോത്ഥാന സംഘടനകളുടെയും ഇടതുമുന്നണിയുടെയും അടക്കം 50 ലക്ഷത്തോളം സ്ത്രീകൾ മതിലിൽ അണിചേരുമെന്നാണ് സംഘാടകരുടെ അവകാശവാദം. ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ സർക്കാരിനെതിരെ BJPയും NSSും സ്ത്രീകളെ അണിനിരത്തി സംസ്ഥാനമുടനീളം പരസ്യ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ച പശ്ചാത്തലത്തിലാണ് വനിതാ മതിലെന്ന ആശയം ഉയർന്നു വന്നത്. മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത നവോത്ഥാന പാരമ്പര്യമുള്ള സംഘടനകളുടെ യോഗത്തിലാണ് തീരുമാനമുണ്ടായതെങ്കിലും പിന്നീട് പരിപാടി സർക്കാർ ഏറ്റെടുത്തതോടെ വിവാദ പെരുമഴ തന്നെ ഉണ്ടായി. ഹിന്ദു സംഘടനകളെ മാത്രം വിളിച്ച് തീരുമാനിച്ച മതിൽ വർഗീയ മതിലാണെന്നായിരുന്നു പ്രതിപക്ഷം ആദ്യമുയർത്തിയ വിമർശനം. ഇതോടെ എല്ലാ മതവിഭാഗങ്ങളെയും മതിലിന്റെ ഭാഗമാക്കണമെന്ന തീരുമാനം CPMന്റെ യോഗത്തിലുണ്ടായി. മതിലിന് വേണ്ടി സർക്കാരിന്റെ പണം ചിലവാക്കുന്നു എന്നതായിരുന്നു അടുത്ത വിമർശനം. വിവാദം കൊഴുത്തതോടെ സർക്കാർ പണം ചിലവാക്കാമെന്ന് കാട്ടി ആദ്യമിറക്കിയ ഉത്തരവ് സർക്കാർ തിരുത്തി. എന്നാൽ സർക്കാർ പണം ഉപയോഗിച്ച് നടക്കുന്ന മറ്റു പരിപാടികളെ പോലെയാണ് വനിതാ മതിൽ എന്ന സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ നൽകിയതോടെ വീണ്ടും വിവാദമുയർന്നു. NSSന്റെ എതിർപ്പും വിവാദം ആളിക്കത്താൻ കാരണമായി. നിർബന്ധിച്ച് പണം പിരിക്കുന്നു, മതിലിൽ പങ്കെടുക്കാത്തവർക്ക് ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നു തുടങ്ങിയ വിവാദങ്ങൾ ഇതിനിടയിൽ ഉയർന്നു വന്നു. വന്നിട്ടുള്ള പൊതുചിത്രം ഇത് കേരളത്തിലെ സ്ത്രീകളാകമാനം പങ്കെടുക്കുന്ന വൻ മതിലായി മാറും എന്നുള്ളതാണ്. ഇന്ത്യ കണ്ടതിൽ വെച്ച് അല്ല ലോകത്തിലൊരു മഹാ അത്ഭുതമായിട്ട് ഈ വനിതാ മതിൽ മാറും. ദേശീയപാതയുടെ പടിഞ്ഞാറ് ഭാഗം ചേർന്ന് തീർക്കുന്ന വനിതാ മതിൽ 50 ലക്ഷത്തോളം സ്ത്രീകൾ പങ്കെടുക്കുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. മീഡിയ 1 തിരുവനന്തപുരം. വനിതാ മതിൽ നവോത്ഥാന മതിലാണെന്നാണ് സർക്കാരിൻ്റെ വിശദീകരണം. വർഗീയ മതിലാണെന്നും ജാതീയ മതിലാണെന്നും പ്രതിപക്ഷവും ആരോപിക്കുന്നു. രാഷ്ട്രീയമായി UDFും BJPയും മതിലിനെ എതിർക്കുന്നു. പൗരസമൂഹത്തിൽ ചിലരും ഇതോടൊപ്പമുണ്ട്. മറ്റു ചിലർ പ്രശ്നാധിഷ്ഠിതമായി മതിലിനെ പിന്തുണയ്ക്കുന്നു. അഭിപ്രായ വ്യത്യാസങ്ങളോടൊപ്പം തന്നെയാണ് ഈ പിന്തുണ. ഇത്രയും ഭിന്നതകൾ മതിലിനെക്കുറിച്ച് നിലനിൽക്കുന്നുണ്ടെന്നത് വാസ്തവം. ഈ ഭിന്നത, ഈ ധ്രുവീകരണം മറികടക്കാൻ നാളെ അണിനിരക്കുന്ന 50 ലക്ഷത്തിന് സാധിക്കുമോ? കേരളത്തിൻ്റെ രണ്ടാം നവോത്ഥാനം ശരിയായ ദിശയിലാണോ എന്നീ വിഷയങ്ങളാണ് ഇന്ന് സ്പെഷ്യൽ ചർച്ച ചെയ്യുന്നത്. നമ്മളോടൊപ്പം അതിഥികളായി A. സമ്പത്ത് MP, CPM നേതാവ്, PM സുരേഷ് ബാബു, കോൺഗ്രസ് നേതാവ്, രാധാകൃഷ്ണൻ മേനോൻ, BJP നേതാവ്, T. മുഹമ്മദ് വേളം, എഴുത്തുകാരൻ. അദ്ദേഹം ആലപ്പുഴയിൽ നിന്ന് ചർച്ച ചേരും. വളരെ പെട്ടെന്ന് അതിഥികളിലേക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. നാളെ നടക്കാനിരിക്കുന്ന വനിതാ മതിലിൻ്റെ സംഘാടനത്തിൽ അതിൻ്റെ ലക്ഷ്യങ്ങളിൽ വ്യക്തതയുണ്ടോ എന്നാണ് ആദ്യം സ്പെഷ്യൽ എഡിഷൻ പരിശോധിക്കുന്നത്. ആദ്യം A. സമ്പത്ത് MPയിലേക്ക്. ശ്രീ A. സമ്പത്ത്, ഈ വനിതാ മതിൽ അതിൻ്റെ പശ്ചാത്തലം ശബരിമല തന്നെയാണ് എന്ന് ഇന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം വനിതാ മതിലിൻ്റെ സംഘാടക സമിതിയിലുള്ള പലരും ഇത് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട ഒരു മുന്നേറ്റമല്ല എന്ന് അവർ ആവർത്തിച്ച് പറയുകയും ചെയ്തു. രണ്ട് കാര്യങ്ങളിൽ നിങ്ങൾ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഒന്ന്, ഈ ശബരിമല യുവതീ പ്രവേശവുമായി ഈ വനിതാ മതിലിന് ബന്ധമുണ്ടോ? ഇത് നിരവധി തവണ ചർച്ച ചെയ്തതാണ്. പക്ഷേ എങ്കിൽ പോലും ഇത്തരം രണ്ട് അഭിപ്രായം ഉയരുന്നതുകൊണ്ടാണ് വീണ്ടും ചോദിക്കേണ്ടി വരുന്നത്. ഒന്ന്. രണ്ട്, ഈ പറയുന്ന വനിതാ മതിൽ, ഈ വനിതാ മതിലിൽ വ്യത്യസ്ത ജാതി മതവിഭാഗങ്ങളുടെ പങ്കാളിത്തമില്ല എന്നതുകൊണ്ട് തന്നെ ഇതൊരു ജാതീയ മതിലാണെന്നും വർഗീയ മതിലാണെന്നും പ്രതിപക്ഷം ആരോപിക്കുകയും ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഒരു നവോത്ഥാന മുന്നേറ്റത്തിന് ഉതകുന്നതാണോ ഈ സംരംഭം? താങ്കൾ ചോദിച്ചതായ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള വ്യക്തമായ മറുപടി നാളെ പുതുവത്സരത്തിൻ്റെ ആദ്യത്തെ ദിവസം വൈകുന്നേരം 4 മണിയാകുമ്പോൾ നിങ്ങൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരത്ത് രാജകൊട്ടാരത്തിൻ്റെ മുമ്പിൽ മഹാത്മാ അയ്യൻകാളിയുടെ പ്രതിമ വരെയുള്ള സമീപ പ്രദേശത്തേക്ക് നിങ്ങൾ നോക്കുക. അപ്പോഴേക്കും ഞങ്ങളെ ആക്ഷേപിക്കുന്നവരെയും വിമർശിക്കുന്നവരെയും സംശയങ്ങൾ ഉന്നയിക്കുന്നവരെയും അത്തരത്തിലുള്ള ഈ വ്യാജപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നവർക്കുമെല്ലാമുള്ള കനത്ത മറുപടിയായി, താക്കീതായി, ആഹ്വാനം കൂടിയായി ആ വനിതാ മതിൽ കാണാനായി കഴിയും. മറ്റൊരു കാര്യം, ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ്റേതായ ലേഖനം, ആ ലേഖനം എൻ്റെ കയ്യിൽ ഇവിടെ ഇരിപ്പുണ്ട്. ഇന്ന് ദേശാഭിമാനി ദിനപത്രത്തിൽ അച്ചടിച്ചു വന്ന ലേഖനമാണ് താങ്കൾ ഉദ്ദേശിച്ചത് എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ ആ ലേഖനം കൂടി ഇവിടെ പരാമർശിക്കുന്നത്. ഞാൻ മീഡിയ 1ൻ്റെ ക്യാമറ ടീമിൻ്റെ തൊട്ട് പിന്നാലെ ഞാൻ ഇവിടേക്ക് കടന്നു വരുന്നത് വർക്കല ശിവഗിരിയിൽ നിന്നാണ്. വർക്കല ശിവഗിരിയിൽ ഇന്ന് വൈകുന്നേരം നടന്നതായ ഒരു സെഷൻ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അധ്യക്ഷനായിരിക്കുകയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തതായിട്ടുള്ള ആ സെഷൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാനിങ്ങോട്ടേക്ക് വരുന്നത്. നവോത്ഥാന പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കവും ഉണ്ടാവാനിടയില്ല. ഓരോരുത്തരും നവോത്ഥാന പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചും അതിൻ്റെ ചരിത്രത്തെ സംബന്ധിച്ചും വ്യത്യസ്തമായ വീക്ഷണകോണിൽ കൂടി കാണുന്നുവെങ്കിൽ എനിക്കതിലൊരു വ്യത്യസ്തമായ അവരോടുള്ള വിയോജിപ്പൊന്നും രേഖപ്പെടുത്താനൊന്നും ഞാൻ ഈ വേളയൊന്നും വിനിയോഗിക്കുന്നില്ല.
ഒരു കാര്യം, ഈ മുദ്രാവാക്യങ്ങൾ ഏറ്റെടുത്ത് ഇത്തരത്തിൽ വനിതകൾ മുന്നോട്ട് വരികയും അത് നാളെ വനിതാ മതിൽ മാത്രമല്ല, ആ വനിതകളോടൊപ്പം അവരുടെ കുടുംബാംഗങ്ങളോടൊപ്പം വരികയും ഞാൻ ഉൾപ്പെടെയുള്ള പുരുഷന്മാരും അപ്പുറത്ത് വനിതാ മതിലിന് പിന്തുണയുമായി പുരുഷ മതിലും കൂടി നമുക്ക് കേരളത്തിൽ കാണാനായി കഴിയും. ഇവിടെ ഒരു കാര്യം, ഈ ശബരിമല വിഷയവുമായി ഇതിനെ കൂട്ടിക്കുഴയ്ക്കുന്നതിനെ സംബന്ധിച്ചാണ് എങ്കിൽ സുപ്രീം കോടതിയുടേതായ ഒരു വിധി, നമുക്കിപ്പോൾ ഒരുപാട് സമയമൊന്നുമില്ല, സമയമില്ലാത്തത് കൊണ്ട് ഞാൻ താങ്കളിൽ നിന്നും കൂടുതൽ സമയം അപഹരിക്കുന്നുമില്ല. സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നതുമായി ബന്ധപ്പെട്ട് ആദ്യം സ്വാഗതം ചെയ്ത ആളുകൾ തന്നെ പിന്നീട് അത് കഴിഞ്ഞപ്പോൾ അവർ തിരിഞ്ഞു നടക്കാൻ ആരംഭിച്ചു. അവർ തിരിഞ്ഞു നടക്കാൻ ആരംഭിച്ചത് പിന്നീട് കൊണ്ടെത്തിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ കേരളത്തിൽ പിണറായി ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ചന്ദ്രഹാസം ഇളക്കലായി ഇതിനെ ഒന്ന് മാറ്റാൻ കഴിയുമോ എന്നുള്ള നിലയിലാണ്. അത് രാഷ്ട്രീയമാണ്. അത് രാഷ്ട്രീയമാണെങ്കിൽ രാഷ്ട്രീയമായി തന്നെ ഞങ്ങളതിനെ കണ്ടുകൊള്ളാം. എന്തായാലും ഒരു കാര്യം, ഞങ്ങളോട് പല കാരണവശാലും ഞങ്ങളോട് യോജിപ്പില്ലാതിരുന്ന, ഞങ്ങളോടൊപ്പം ചേരാതിരുന്ന, രാഷ്ട്രീയമായി ഞങ്ങളുടെ മറുചേരിയിൽ നിന്ന പല ആളുകളോടൊപ്പവും അവരുടെ പാർട്ട് ആൻഡ് പാഴ്സലായി തന്നെ നിന്നിരുന്ന പലരും അത്തരത്തിൽ നേതൃത്വം നൽകുന്ന സംഘടനകൾ അപ്പാടെ തന്നെ ഈ ഒരു വിഷയത്തിൽ കേരളത്തെ പുറകോട്ട് കൊണ്ടുപോകരുത് എന്നും കേരളത്തെ ഭ്രാന്താലയമാക്കരുത് എന്നും നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണമെന്നും അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, അവർ പ്രഖ്യാപിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, അവർ അതിൽ പങ്കാളികളാകുക കൂടി ചെയ്യുകയാണ്. ഇവിടെ വാസ്തവത്തിൽ നമ്മൾ ഈ നവോത്ഥാന മൂല്യങ്ങളെക്കുറിച്ചുള്ള ചർച്ച നടത്തുമ്പോൾ ചില ആളുകൾക്ക് വല്ലാതെ വെപ്രാളം വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മളെങ്ങനെ നമ്മളായി എന്നുള്ളതിനെ സംബന്ധിച്ചും ഞങ്ങളെങ്ങനെ ഞങ്ങളായി എന്ന് നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളും അമ്മമാരും സഹോദരിമാരും അടക്കം അങ്ങനെ രംഗത്തിറങ്ങുകയും ചെയ്യുമ്പോൾ ചില ആളുകൾക്കെല്ലാം വല്ലാതെ വെപ്രാളമാണ്. ഇത് ഒരു കാരണവശാലും ഏതെങ്കിലും ഒരു ജാതിയുടെ, മതത്തിൻ്റെ, സമുദായത്തിൻ്റേതല്ല എന്ന് നാളെ 4 മണിക്ക് മീഡിയ വണ്ണിൽ തന്നെ നമുക്ക് വീണ്ടും ചർച്ചയ്ക്കിരിക്കാം. അപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതായിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ളവർക്കും ഇവിടെ നേരത്തെ തന്നെ പല വിധത്തിലുള്ള ആക്ഷേപങ്ങളും ശരവ്യങ്ങളും എല്ലാം അത്തരത്തിൽ ഉന്നയിച്ചവർക്കുമെല്ലാം മനസ്സിലാകും 30 ലക്ഷം വനിതകൾ പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ചു തുടങ്ങിയതായിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് 1/2 കോടിയോളം വനിതകൾ പങ്കെടുക്കുന്ന നിലയിലേക്ക് വരും. ഇവിടെയൊന്നും ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടിയുടെ കുടിയും കെട്ടി രാഷ്ട്രീയ പാർട്ടിയുടേതായിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങളൊന്നുമല്ല. കടന്നു വന്ന വഴികൾ നിങ്ങൾ തന്നെ നോക്കുക. അവിടെ വാസ്തവത്തിൽ തോരണങ്ങൾ കെട്ടുകയും ആ വരുന്ന സ്ത്രീകൾ, അമ്മപ്പെങ്ങന്മാർ, ആ പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് അവർക്ക് ലഘുഭക്ഷണങ്ങളും പാനീയങ്ങളും നൽകാനും അവർക്ക് വന്നാൽ അവർക്ക് വിശ്രമിക്കാനുള്ള സൗകര്യങ്ങളും ഒക്കെയായി ആ വിധത്തിൽ പുരുഷന്മാരാണ് രംഗത്ത് വന്നിട്ടുള്ളത്. ആ പുരുഷന്മാരിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ജാതിയിലും മതത്തിലും വിഭാഗത്തിലും പെട്ടവരൊന്നുമല്ല. എല്ലാവരും അവിടെ രംഗത്തിറങ്ങിയിട്ടുണ്ട്. ആത്മാഭിമാനത്തിന്റെ പ്രശ്നമാണ് അത്. ഇതിനെ ജാതീയ മതിൽ, വർഗീയ മതിൽ എന്ന് വിളിച്ചുകൊണ്ട് ഇതിനെതിരെ നിൽക്കുകയും ആ അർത്ഥത്തിൽ ഒരു ധ്രുവീകരണം നടത്താൻ ശ്രമിക്കുകയും ചെയ്ത് പ്രതിപക്ഷമാണ്. എന്ത് കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾ അതിനെ ഇപ്പോഴും അങ്ങനെ തന്നെ വിളിക്കുന്നത്? കാരണം 50 ലക്ഷം പേർ പങ്കെടുക്കുമെന്നാണ് മുഖ്യമന്ത്രി ഇന്ന് അവകാശപ്പെട്ടത്. 50 ലക്ഷം എന്ന് പറഞ്ഞാൽ കേരള ജനസംഖ്യയുടെ 6/1. ഒരു നല്ല ക്രോസ് സെക്ഷനായിരിക്കും കേരള ജനസംഖ്യയുടെ. ഒരുപക്ഷെ ഒരു പ്രത്യേക സമുദായത്തെയോ അല്ലെങ്കിൽ പ്രത്യേക ജാതി മതവിഭാഗങ്ങളെയോ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികളോ ആഭിമുഖ്യമുള്ളവരെയോ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് 50 ലക്ഷം പേരാണ് നിരത്താൻ ആർക്കും കഴിയില്ല കേരളത്തിൽ. പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോഴും നിങ്ങൾ അതേ ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല, ഞങ്ങളിതിനെ നോക്കിക്കാണുന്ന രീതിയോട് 50 ലക്ഷമല്ല 50 കോടി ആളുകൾ വന്നാലും ഞങ്ങളുടെ നീതിയെക്കുറിച്ച്, ഞങ്ങളുടെ സമീപനത്തെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസം വരുത്തേണ്ട കാര്യമൊന്നുമില്ലല്ലോ അജിംസെ. അതെന്താ അങ്ങനെ നിങ്ങൾ ചോദിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആളുകൾ അപ്പുറത്ത് കൂടിക്കഴിഞ്ഞാൽ കൂടുതൽ അപ്പുറത്ത് ആളുകളുണ്ട് എന്നതുകൊണ്ട് ഞങ്ങളുടെ അഭിപ്രായവും സമീപനവും മാറ്റേണ്ടതുണ്ടോ? എങ്കിൽ BJP എതിർക്കാൻ പാടില്ലല്ലോ. BJPക്ക് 260-270 മറ്റോ MP-മാരുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് ഇന്ത്യ രാജ്യത്ത് നിൽക്കുകയല്ലേ. ബഹുമാനപ്പെട്ട ശ്രീ സമ്പത്തിനോ എനിക്കോ ഒന്നും BJP എതിർക്കാൻ കഴിയില്ല. അപ്പുറത്ത് ആളുകൾ കൂടുതലുണ്ട്, MP-മാർ കൂടുതലുണ്ട് എന്ന് പറഞ്ഞ് നിൽക്കുകയല്ലേ. ഞങ്ങളൊരു സമീപനം എടുത്തിരിക്കുന്നു. ഞങ്ങൾക്കൊരു നയമുണ്ട്. ഞങ്ങൾ ഈ നയത്തിനകത്ത് ആ നയത്തെ നിർത്തിക്കൊണ്ട് ഈ സമീപനം ശരിയല്ല, ആവശ്യമില്ലാത്തതാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അത് തുടക്കം മുതലുള്ള കാലഘട്ടത്തിലെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. 2 ദിവസമായിട്ട് മാത്രമേ ഉള്ളൂ ഇത് ശബരിമലയുടെ പേരിലാണ് എന്ന് പറയാൻ തുടങ്ങിയിട്ട്. 2 ദിവസം മാത്രമായിട്ടാണ് ശബരിമലയുടെ പേരിലാണ് ഞങ്ങളിത് എന്ന് പറയുന്നത്. ഇതുവരെ പറഞ്ഞത് രാജ്യത്തെ NSS, കോൺഗ്രസിൻ്റെ ഞങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് പഠിപ്പിച്ചിട്ടില്ലേ. കോൺഗ്രസിന് ഒരുപാട് ചരിത്രമുണ്ട്, കോൺഗ്രസിന് ഒരുപാട് പശ്ചാത്തലമുണ്ട്, നവോത്ഥാന പ്രസ്ഥാനങ്ങളെ നയിച്ച ഒരു കാലഘട്ടത്തിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അതുകൊണ്ട് എന്താണ് അങ്ങനത്തെ പാർട്ടി എന്താണ് ഇപ്പോഴിങ്ങനെ തിരിഞ്ഞു നിൽക്കുന്നത് എന്ന് ചോദിച്ചിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇന്നലെ 2 ദിവസം മുമ്പ് വരെ ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തിൽ നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു, ആ നവോത്ഥാനത്തിന് കേടുവരുന്നത് കൊണ്ട് ഞങ്ങളിതാ
നവോത്ഥാന മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നതിന് വനിതാ മതിൽ കെട്ടുന്നു എന്ന് പറഞ്ഞപ്പോൾ തുല്യമായി അന്നേ ഞങ്ങൾ പറഞ്ഞു ഇത് നവോത്ഥാന മൂല്യങ്ങൾക്ക് എതിരായിട്ടോ അല്ലെങ്കിൽ നവോത്ഥാന മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടിയോ അല്ല, മറിച്ച് ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിന് വേണ്ടിയുള്ളതാണ് എന്ന് ഞങ്ങളത് പറഞ്ഞപ്പോൾ അതല്ല എന്ന് പറഞ്ഞ് ജനങ്ങളെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും സാമൂഹ്യ സംഘടനകളെയും സാമുദായിക സംഘടനകളെയും ഒക്കെ ആകർഷിച്ചു കൊണ്ടുവന്നതിന് ശേഷം അതിൽ നിന്ന് ഇനി വേർതിരിഞ്ഞു പോകാൻ അവർക്ക് കഴിയാത്ത വിധം അവരെ കമ്മിറ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഇന്നലെയും മിനിഞ്ഞാന്നുമായി മുഖ്യമന്ത്രി പറയുകയാണ് ഞങ്ങൾ ശബരിമല പ്രശ്നം തന്നെയാണ് എന്നുള്ളത്. അതൊരു തരത്തിൽ ജനങ്ങളെ പറ്റിക്കുന്നതാണ്. കൂടെ വന്നിട്ടുള്ള ആളുകളെ തെറ്റിദ്ധാരണാപൂർവമായി കൂടെ നിർത്താൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എന്നാണ് ഞങ്ങൾക്ക് അതേക്കുറിച്ച് പറയാനുള്ളത്. അതല്ലാതെ ഞങ്ങൾ ഇതിൽ എന്തൊക്കെയാണ് തുടക്കം മുതൽ എടുത്തിട്ടുള്ള സമീപനങ്ങൾ, സമയമുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് വിശദമായി കടക്കാം. തുടക്കം മുതൽ എടുത്തിട്ടുള്ള സമീപനങ്ങൾ ഒരിക്കൽ പോലും ഈ നാട്ടിലെ സാമൂഹ്യ പ്രസ്ഥാനത്തിന്, സാമൂഹ്യമായ ഒരു നവോത്ഥാനത്തിന് വഴിതെളിയിക്കുന്നതല്ല. അന്നാദ്യം പുരുഷന്മാരെ മാത്രമാക്കി, സ്ത്രീകളെ മാത്രമാക്കി ഒരു മതിൽ, ഈ നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിൽ പുരുഷന്മാർക്ക് പങ്കില്ലേ? അത് വളരെ ക്ലവറായി, വളരെ എന്താ പറയേണ്ടത്, വളരെ ബുദ്ധിപൂർവമായ ഒരു എടുത്തുചാട്ടത്തിന് വേണ്ടി, അല്ലെ അത് കവർ ചെയ്യുന്നതിന് വേണ്ടി, അതിനെ മൂടി വെക്കുന്നതിന് വേണ്ടിയാണ് ബഹുമാനപ്പെട്ട ശ്രീ സമ്പത്ത് എം പി പറഞ്ഞത് ഞങ്ങൾ തൊട്ടപ്പുറത്ത് പുരുഷന്മാർ ഒരു മതിൽ വേറെ കെട്ടുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു സ്ത്രീ പുരുഷ വ്യത്യാസത്തിൻ്റെ പ്രശ്നം ജനങ്ങളിലേക്ക് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രശ്നമായി. തുടക്കത്തിൽ ഹിന്ദു മതത്തിൽപ്പെട്ട ചില സമുദായങ്ങളെ വിളിച്ചു വരുത്തി അവർ പറഞ്ഞിരിക്കുന്നു. ആ സമുദായങ്ങളെ മാത്രം നിലനിർത്തിക്കൊണ്ട് ആ സമുദായങ്ങൾക്ക് മാത്രമായി നവോത്ഥാന പ്രസ്ഥാനത്തിന് വേണ്ടി ഉയർത്തുന്നു വരുന്നപ്പോൾ ആക്ഷേപം വന്നപ്പോൾ, അതിനെക്കുറിച്ച് വിമർശനങ്ങൾ വന്നപ്പോൾ എല്ലാവരെയും കൂട്ടിപ്പിടിക്കുന്നു എന്ന് ഞങ്ങളോട് പറഞ്ഞു, അല്ലെങ്കിൽ ജനങ്ങളോട് പറഞ്ഞു. ഇതിലൊന്നും ഒരു ആത്മാർത്ഥതയില്ല. ഇവിടെ ഈ 22-ാം തീയതി, ജനുവരി 22-ാം തീയതി ഇന്ത്യൻ്റെ സുപ്രീം കോടതിയിൽ നടക്കാനിരിക്കുന്ന ഈ റിവ്യൂ പെറ്റീഷൻ്റെ ആർഗ്യുമെൻറ്റിനകത്ത് ഞങ്ങളിതാ കേരളത്തിനകത്ത് 50 ദിവസം ഇങ്ങനെ കൂട്ടി പറയുകയാണ്. 20, 10, 15, 30, 35, 40, 50 ലക്ഷം ജനങ്ങൾ, വനിതകൾ വന്നു ചേർന്നിരിക്കുന്നു. അതുകൊണ്ട് സുപ്രീം കോടതിയുടെ വിധിയിൽ മാറ്റം വരുത്തേണ്ടുന്ന ഒരു കാര്യവുമില്ല എന്ന് തറപ്പിച്ച് ഭംഗ്യന്തരേണ സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള ഒരു ശ്രമമാണ്. അതിലൂടെ വിശ്വാസ പ്രമാണങ്ങൾ തകർക്കാനുള്ള ഒരു ശ്രമമാണ് ഭാഗത്ത് നടക്കുന്നത്. ശ്രീ രാധാകൃഷ്ണ മേനോൻ, UDF ഈ ഉന്നയിക്കുന്ന അതേ പ്രശ്നമാണോ നിങ്ങൾക്കും ഈ വനിതാ മതിലിനോടുള്ളത്? UDF ഉന്നയിക്കുന്നത് കൃത്യമായ ഒരു കാര്യമാണ്, അതൊരു നയത്തിൻ്റെ ഭാഗമാണ്. കാരണം നവോത്ഥാനം എന്ന് പറയുന്നത് ഏതെങ്കിലും പ്രത്യേക സമുദായത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് നടക്കേണ്ട ഒരു കാര്യമല്ല. ഇപ്പോഴും അതിൻ്റെ സംഘാടക സമിതി നേതൃത്വത്തിൽ ഈ മുമ്പ് സുരേഷ് ബാബു ചൂണ്ടിക്കാട്ടിയതുപോലെ ഹിന്ദു സമുദായാംഗങ്ങളല്ലാത്ത മറ്റാരുമില്ല. ഈ പ്രശ്നമാണോ നിങ്ങൾക്ക് വനിതാ മതിലിനോടുള്ള എതിർപ്പ്, അതോ ഇതൊരു ശബരിമല വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു പ്രചാരണ പരിപാടിയാണെന്ന് സർക്കാർ ഇപ്പോൾ വിശദീകരിച്ചിരിക്കുന്നത് കൊണ്ടാണോ? ഇവിടെ നവോത്ഥാനവും വനിതാ മതിലും തമ്മിൽ യഥാർത്ഥത്തിൽ കടലും കടലാടിയും പോലെയുള്ള ബന്ധമേ ഉള്ളൂ. ഇവർക്ക് നവോത്ഥാനത്തിനോട് യാതൊരു ആത്മാർത്ഥതയുമില്ല, അതിൻ്റെ ഭാഗവുമല്ല ഈ മതിൽ. കാരണം അതിന് ഉദാഹരണം ഞാൻ അതിലേക്ക് വരാം. ഇപ്പോൾ ആദ്യം പരിഗണിക്കപ്പെടേണ്ടത് ശബരിമലയുമായുള്ള പ്രശ്നത്തിലെ ഇവരുടെ സമീപനമാണ്. കാരണം ഇവർ ഇപ്പോൾ ഇന്ന് മുഖ്യമന്ത്രി അടക്കം ഈ വനിതാ മതിലിൻ്റെ നേതൃത്വം CPM നേതൃത്വം ആണെന്നും മുഖ്യമന്ത്രിയാണെന്നും നമുക്ക് വ്യക്തമാണ്. ബാക്കിയുള്ളവരെയൊക്കെ പേരിന് പിന്നീട് ഇങ്ങനെ കൊണ്ടുവന്നു, അവരെ തെറ്റിദ്ധരിപ്പിച്ചു, അവരിതിൻ്റെ ഭാഗമായി, കുറച്ച് പേര് ശരിയായി ധരിച്ചു, അവരിതിൻ്റെ ഭാഗമായി. ഇനിയിപ്പോൾ അവർക്ക് വിട്ടുപോകാൻ നേരത്തെ ഇവിടെ സുരേഷ് ബാബു സൂചിപ്പിച്ച പോലെ വിടാൻ മേലാത്ത പോലെ ആയപ്പോൾ അവരെ ഇവരുടെ കാര്യം പറയുന്നു. ഇത് ശബരിമലയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് മതിൽ. ഇത് തന്നെയാണ് BJPയും അതേപോലെ ശബരിമല കർമ്മസമിതിയുമെല്ലാം ഈ പ്രശ്നമുണ്ടായപ്പോൾ മുതൽ പറയുന്നത്. ശബരിമലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അത് 2006 കേസ് മുതൽ ഇപ്പോൾ അവസാനം അവിടെ സ്ത്രീകളെ ഏറ്റവും അവസാനം പോയ ആരാണ്, കനകദുർഗയോ, 2 സ്ത്രീകളാണ്. അതിനു മുമ്പ് മനീതി സംഘം, ഇവരെ കൊണ്ടുവന്നത് വരെയുള്ള
മുഴുവൻ കാര്യങ്ങളും CPM-ന്റെ ആസൂത്രിത ശ്രമമാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് വനിതാ മതിൽ ശബരിമലയുമായി ബന്ധപ്പെട്ടാണ് എന്ന് അവസാനം മുഖ്യമന്ത്രിയും പാർട്ടി നേതൃത്വവും വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം ഇവിടെയാണ് യഥാർത്ഥത്തിൽ CPM-ന്റെ പൂച്ചു പുറത്തു ചാടിയിരിക്കുന്നു. ഇവിടെ വിശ്വാസത്തെ തകർക്കാൻ, ശബരിമല ക്ഷേത്രത്തെ തകർക്കാൻ ഇവരാസൂത്രണം ചെയ്യുന്ന പദ്ധതിയാണ് ഇത് എന്ന് വ്യക്തമായിരിക്കുന്നു. കാരണം ശബരിമല ഭാരതത്തിലെ മറ്റ് ആയിരക്കണക്കിന് ക്ഷേത്രം പോലെയുള്ള ഒരു ക്ഷേത്രമാണ് എന്ന് വരുത്താൻ, അവിടുത്തെ ആചാരത്തിന് ഒരു പ്രത്യേകതയുമില്ല എന്ന് വരുത്താൻ വളരെ ആസൂത്രിതമായി ആ ക്ഷേത്രത്തെ തകർക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന ശക്തികളോട് അച്ചാരം വാങ്ങിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തുന്ന, അതിന് മാവോയിസ്റ്റ് പിൻബലത്തോടുകൂടി അർബൻ മാവോയിസ്റ്റുകളെ അടക്കം രംഗത്തിറക്കിക്കൊണ്ട് നടത്തുന്ന ആസൂത്രിതമായ പരിശ്രമം, അതിന് സർക്കാർ സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട് ഒരു വിധിയെ തന്നെ, സുപ്രീം കോടതിയെ തന്നെ ക്ഷണിച്ചു വരുത്തി വിധി വാങ്ങിച്ചു. അത് മറ്റൊരു ഉദാഹരണമാണ്. ഇന്നലെ ഹൈക്കോടതിയിലെ കഴിഞ്ഞ ദിവസം ടുഡേ മൂവ് ചെയ്തുകൊണ്ട് ഈ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ശബരിമലയിലേക്ക് പോലീസ് വേഷത്തിൽ അതിന് രംഗത്തിറങ്ങിയ രഹന ഫാത്തിമ CPM-ന്റെ CITU-വിൻ്റെ മെമ്പറാണ്. ആ CITU-വിൻ്റെ മെമ്പർ പ്രത്യേകമായിട്ട് അവർക്ക് അംഗീകാരം നേടിക്കൊണ്ട് അവർ ഇപ്പോൾ സസ്പെൻഷനിലുള്ള സ്ത്രീക്ക് ഈ CITU യൂണിയൻ്റെ പിൻബലത്തോടുകൂടി അവരുടെ ആസൂത്രണത്തിൽ ഹൈക്കോടതിയിൽ നിന്നും ടുഡേ മൂവ് ചെയ്തിട്ട് ട്രെയിനിങ്ങിന് പോകാൻ വേണ്ടി പ്രത്യേക ഓർഡർ മേടിച്ചുകൊണ്ട് പോയി. പക്ഷേ ഇന്ന് കയറാൻ പറ്റിയിട്ടില്ലെന്നാണ് ഞാൻ അറിഞ്ഞത്. അവർ ചെന്നപ്പോഴേക്കും പേപ്പറുകളുടെ അഭാവത്തിൽ അവർക്ക് കയറാൻ പറ്റിയില്ല. പക്ഷേ എങ്കിലും CITU-വും CPM-ഉം എത്രമാത്രം പ്രതിബദ്ധതയോടുകൂടിയാണ്. ആരായി രഹന ഫാത്തിമ? കിസ് ഓഫ് ലവ്, പിന്നെ എന്താ വത്തക്ക സമരം, എന്താ മുറിച്ച സമരം പറയുന്ന CPM-ൽ മാറ് മറയ്ക്കാതെ മാത്രമല്ല അത് വത്തക്കയാണെന്ന് പറഞ്ഞ് പരസ്യമായി കാണിച്ച് ഇവിടുത്തെ സംസ്കാരത്തെ ഇല്ലായ്മ ചെയ്യാൻ ഇറങ്ങിയിരിക്കുന്ന നേതൃത്വം. നിങ്ങൾ ആദ്യം പറഞ്ഞു വെച്ച കാര്യങ്ങൾ രാഷ്ട്രീയ നിലപാടാണ്. ഇപ്പോൾ നിങ്ങൾ ഒരാളെ ഈ ശബരിമലയിൽ പ്രവേശിക്കാൻ പോയി എന്നുള്ളത് കൊണ്ട് ഇവരെ സംബന്ധിച്ച് പാർട്ടിക്കുള്ളില് നിങ്ങൾ വ്യക്തിപരമായി ഒരാളെ ആക്ഷേപിക്കുകയാണ്. പാർട്ടി ഭരണഘടനയാ ബലാത്സംഗ സ്ത്രീ പീഡനത്തിന് തോതളക്കാൻ വേണ്ടി സംവിധാനം നിങ്ങളിപ്പോൾ ചെയ്യുന്നത് രഹന ഫാത്തിമയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. CITU എന്ന ഒരു തൊഴിലാളി യൂണിയനിൽ അവർ ഒരു സർക്കാർ ജീവനക്കാരി, BSNL ജീവനക്കാരി ആയതുകൊണ്ട് അംഗമായി എന്നുള്ളത് കൊണ്ട് നിങ്ങൾ അവരെ CPM കാരിയാകുന്നു. ഒറ്റക്കാര്യം ശബരിമല ആണെന്ന് സമ്മതിക്കുന്നു. ഞാൻ ചോദിക്കുകയാണ് തൊഴിലിന്റെ ഭാഗമായി ഒരു തൊഴിലാളി യൂണിയനിൽ അവർ അംഗമാണ്, സമ്മതിക്കുന്നു. ഒറ്റക്കാര്യം ഞാൻ ചോദിക്കട്ടെ. ശബരിമല സ്ത്രീ പ്രവേശമാണല്ലോ അവരെ വിവാദ നായികയാക്കിയത് ശ്രീ രാധാകൃഷ്ണ മേനോൻ. അവരെ ശബരിമല സ്ത്രീ യുവതി പ്രവേശമാണല്ലോ വിവാദ നായികയാക്കിയത്. എങ്കിൽ ഒരൊറ്റ ചോദ്യം, ആ വിഷയത്തിൽ ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിന്റെ വിഷയത്തിൽ CPM-ഉമായാണോ അതോ BJP-യുമായാണോ അവർക്ക് കൂടുതൽ ബന്ധം? ഒറ്റ ചോദ്യം. കെ സുരേന്ദ്രനും രഹന ഫാത്തിമയും തൃശ്ശൂരിൽ നടന്ന ഒരു സെമിനാറിൽ ശബരിമല സ്ത്രീ പ്രവേശം അനുവദിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സെമിനാറിൽ ഒരേപോലെ പ്രസംഗിച്ച രണ്ട് വ്യക്തിത്വങ്ങളാണ്. ആ വിഷയത്തിൽ ആ കോസിനെ മുൻനിർത്തിക്കൊണ്ട് നിരന്തരം ആശയപ്രചരണം നടത്തിയ രണ്ടുപേരാണ് കെ സുരേന്ദ്രനും രഹന ഫാത്തിമയും. അങ്ങനെയാണെങ്കിൽ ശബരിമല സ്ത്രീ പ്രവേശ വിഷയത്തിൽ രഹന ഫാത്തിമയ്ക്ക് CPM-ഉമായാണോ ബന്ധം അതോ BJP-യുമായാണോ? CPM-ഉമായിട്ട് തന്നെയാണ് അവരുടെ ബന്ധം. CPM-ഉമായിട്ടാണ്, CITU-വുമായിട്ടാണ്. അല്ല, ശരി, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട്. CPM-ഉമായിട്ട് തന്നെയാണ് അവർ പ്രതിനിധീകരിച്ചത്. CITU-വിനെയും CPM-നെയും അർബൻ മാവോയിസത്തെയുമാണ് അവർ പ്രതിനിധീകരിക്കുന്നത്. സുരേന്ദ്രൻ പ്രതിനിധീകരിക്കുന്നത് BJP-യാണ്. രണ്ടുപേരുടെയും ശരി, അത് രഹന ഫാത്തിമ വഞ്ചിക്കപ്പെട്ടതാണ്. രാഷ്ട്രീയമായി കെ സുരേന്ദ്രന്റെ വഞ്ചനക്കിരയാവുകയാണ് ചെയ്തത്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ ടി മുഹമ്മദ്, ഇവിടെ മൂന്ന് രാഷ്ട്രീയ ധാരകൾ ഈ വിഷയത്തിൽ അവരുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. ഒന്ന്, UDF ഉന്നയിക്കുന്ന പ്രധാന പ്രശ്നം ഈ പറയുന്ന വനിതാ മതിലിൻ്റെ സംഘാടനത്തിൽ മുഴുവൻ സമുദായങ്ങൾക്കും പങ്കില്ല എന്നുള്ളതാണ്. മുഖ്യമന്ത്രി ഇന്ന് വിശദീകരിച്ചത് അത് ശബരിമല സ്ത്രീ പ്രവേശനത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ വനിതാ മതിൽ സംഘടിപ്പിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ശബരിമലയാണ് അതിൻ്റെ ഒരു ഫോക്കസ് എങ്കിൽ എല്ലാ സമുദായങ്ങളുടെയും പങ്കാളിത്തം അതിൽ അനിവാര്യമല്ല. എന്നാൽ ഇതൊരു നവോത്ഥാന മുന്നേറ്റമാണ് എന്ന് മുഖ്യമന്ത്രിക്ക് വിശദീകരിക്കുന്നുണ്ടെങ്കിൽ അതിൽ എല്ലാവരുടെയും പങ്കാളിത്തം അനിവാര്യമാണ്. അത് വിഭാഗീയമായി കൊണ്ട് നടത്താനും കഴിയില്ല. നവോത്ഥാനത്തെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചിട്ടുള്ള ഒരാൾ എന്ന നിലയിൽ ഈ വനിതാ മതിലിൻ്റെ സംഘാടനം ആ അർത്ഥത്തിലുള്ള ഒരു മുന്നേറ്റമായി നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയും.
ഹിന്ദുക്കളെ മാത്രം സംഘടിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരിലുള്ള ഏതെങ്കിലും സമുദായങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു മതിലോ മറ്റേതെങ്കിലും പരിപാടിയോ സംഘടിപ്പിച്ചാൽ അത് വർഗീയമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെയാണെങ്കിൽ സമുദായങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഏത് പരിപാടിയും വർഗീയമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇത് സാധാരണ CPM ഉന്നയിക്കാറുള്ള ഒരു ആരോപണമാണ്. തീർച്ചയായിട്ടും CPM-നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആളുകൾക്കോ ഇനി സർക്കാരിന് തന്നെ വേണമെങ്കിൽ ഏതെങ്കിലും സമുദായങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് പരിപാടികൾ നടത്താനുള്ള അവകാശം ജനാധിപത്യ വ്യവസ്ഥക്കകത്ത് ഉണ്ട്. പ്രശ്നം അതല്ല, ശബരിമല പ്രശ്നമാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇവിടുത്തെ ഭൂരിപക്ഷ സമൂഹത്തെയാണ് സംഘടിപ്പിക്കുന്നത് എന്ന് വ്യക്തതയോടുകൂടി പറയുകയും അങ്ങനെ സംഘടിപ്പിക്കുകയും ചെയ്യാം. അങ്ങനെ ഒരു സ്റ്റാൻഡും ഗവൺമെൻറ്റിനില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രശ്നം ഗവൺമെൻറ് വിളിച്ചു ചേർത്തത് നവോത്ഥാന സംഘടനകളുടെ ഒരു യോഗമാണ്. നവോത്ഥാന സംഘടനകൾ എങ്ങനെയാണ് ഭൂരിപക്ഷ സമൂഹത്തിലുള്ളത് അല്ലെങ്കിൽ പ്രത്യേക ജാതി മത സമൂഹത്തിലുള്ളത് മാത്രമായി തീരുന്നത് എന്ന് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. അങ്ങനെ ആയിത്തീരുന്നതിനൊരു പശ്ചാത്തലമുണ്ട്. അത് ശബരിമലയുടെ ഒരു കോണ്ടെക്സ്റ്റിൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമല്ല. മറിച്ച് നേരത്തെ CPM നേരത്തെയും നവോത്ഥാനത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ സംസാരിക്കുമ്പോൾ ആ ലിസ്റ്റ് ഇപ്പോൾ ഉള്ളതിനേക്കാൾ അപൂർണമായിരുന്നു. ഇപ്പോഴും ആ ലിസ്റ്റ് അപൂർണമാണ്, പക്ഷേ ഇപ്പോൾ ഉള്ളതിനേക്കാൾ ആ ലിസ്റ്റ് അപൂർണമായിരുന്നു. നേരത്തെ ചിന്തയിൽ ചോദ്യോത്തര പങ്ക്തിയിൽ EMS-നോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ കേരളീയ നവോത്ഥാനത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ, കേരളത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ അതിൽ ശ്രീനാരായണ ഗുരു വരെയുള്ള ആളുകളല്ലേ ഉള്ളൂ, അയ്യങ്കാളി ഉൾപ്പെടെയുള്ള വൈകലപ്പച്ചൻ ഉൾപ്പെടെയുള്ള ആളുകളില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ അതിന് EMS പറഞ്ഞ മറുപടി, ഞാൻ വായിച്ച പുസ്തകങ്ങളിലൊന്നും ഇവരെയൊന്നും കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് അയ്യങ്കാളിയൊന്നും ഇല്ലാതെ പോയത്. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പുറത്തു നിന്നുള്ള ദളിതുകളുടെയും പിന്നെ കീഴാള സമൂഹങ്ങളുടെയൊക്കെ വൈജ്ഞാനികവും രാഷ്ട്രീയവുമായ ഇടപെടലുകളുടെ ഫലമായിട്ട് ഇപ്പോൾ CPM അത് അക്കോമഡേറ്റ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ CPM നവോത്ഥാനത്തെക്കുറിച്ച് പറയുന്നതിൽ ഏറ്റവും കൂടുതൽ പറയുന്നത് അയ്യങ്കാളിയെക്കുറിച്ചും വൈകലപ്പച്ചനെക്കുറിച്ചും ഒക്കെയാണ്. പക്ഷേ ആ ലിസ്റ്റ് ഇപ്പോഴും അപൂർണമാണ്. ആ അപൂർണത അതിൽ ഇസ്ലാമോ മുസ്ലിം സമൂഹമോ മറുഭാഗത്ത് ക്രൈസ്തവ സമൂഹമോ ക്രൈസ്തവ മിഷണറിമാരോ ഒന്നും ചെയ്ത സംഭാവനകൾ അതിലില്ല എന്നുള്ളതാണ്. അതിനൊരു കൃത്യമായൊരു കാരണമുണ്ട്. CPM സമുദായ പരിഷ്കരണത്തെക്കുറിച്ചല്ല പറയുന്നത്, നവോത്ഥാനത്തെക്കുറിച്ചാണ്. അപ്പം നവോത്ഥാനം എന്ന് പറയുന്നത് രണ്ട് കുഴപ്പങ്ങളാണ് CPM-ൻ്റെ നവോത്ഥാന സങ്കല്പത്തിനുള്ളത്. ഒന്നത് യൂറോസെൻട്രിക്കാണ്. യൂറോപ്പിൽ എങ്ങനെയാണോ നവോത്ഥാനം നടന്നത് അല്ലെങ്കിൽ യൂറോപ്പിൻ്റെ നവോത്ഥാന സങ്കല്പം എന്താണോ അതങ്ങനെ തന്നെ ഇവിടത്തേക്ക് ഇമ്പോർട്ട് ചെയ്യുകയാണ്. ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ അത് വളരെ സവർണ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു നവോത്ഥാന സങ്കല്പമാണ്. ബംഗാളിൽ നവോത്ഥാനം നടന്നു എന്ന് പറയുന്നത് സവർണർക്കിടയിൽ സമുദായ പരിഷ്കരണം നടന്നതിനെക്കുറിച്ച് നവോത്ഥാനമെന്നും അതിനെ ദേശീയ പ്രക്രിയ എന്നും വിശദീകരിക്കുകയാണ്. അപ്പോൾ നവോത്ഥാനം, ദേശീയത മുതലായ പൊതുവായ സങ്കല്പങ്ങളെല്ലാം സവർണ സമൂഹങ്ങളുമായും ഇപ്പോൾ അത് ഒന്നുകൂടി ആഡ് ചെയ്ത് ഹൈന്ദവ സമൂഹത്തിലെ കീഴാള സമൂഹങ്ങളെ കൂടി ഉൾക്കൊള്ളുന്നിടത്തേക്ക് വികസിക്കുന്നു. അതിനപ്പുറത്ത് മുസ്ലിം സമൂഹത്തെയോ ഇസ്ലാമിനെയോ ക്രൈസ്തവ സമൂഹത്തെയോ ഉൾക്കൊള്ളാനുള്ള ശേഷി CPM-ൻ്റെ ദേശീയതയെക്കുറിച്ച് സങ്കല്പത്തിനോ നവോത്ഥാനത്തെക്കുറിച്ച് സങ്കല്പത്തിനോ പൊതു എന്ന് പറയുന്ന ഇത്തരം സങ്കല്പങ്ങൾക്കില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനപരമായ പരിമിതി എന്ന് പറയുന്നത്. ശരി, ടി മുഹമ്മദ്, ഞാൻ മടങ്ങി വരാം. ശ്രീ എ സമ്പത്ത്, ഇതൊരു പ്രസക്തമായ വിഷയമാണ്. കാരണം EMS-ൻ്റെ കാലത്തെ EMS വ്യാഖ്യാനിച്ചിരുന്ന നവോത്ഥാന സങ്കല്പങ്ങൾ നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ ഒരു കൃതിയുണ്ട്, കേരളം മലയാളികളുടെ മാതൃഭൂമി. അതിൽ അയ്യങ്കാളി എന്നൊരു വാക്കില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്ന് മാത്രമല്ല, ആ വാക്കില്ല എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ജാതി വ്യവസ്ഥയെ പുരോഗമനം ഉന്മുഖം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അതൊരു വർഗ്ഗഘടനയിൽ അത്യന്താപേക്ഷിതമാണെന്ന് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം ഈ ജാതിഘടനയെക്കുറിച്ച് വിശദീകരിക്കുന്നുമുണ്ട്. പക്ഷേ ഇന്ന് CPM ഉൾപ്പെടെയുള്ളവർ അയ്യങ്കാളിയെ അംഗീകരിക്കുന്നു, അയ്യങ്കാളിയെ നവോത്ഥാന നായകനായി അംഗീകരിക്കുന്നു. അപ്പോഴും മറ്റു ചില സമുദായങ്ങളെ പുറത്തു നിർത്തുന്നു. ഇനി അതല്ല, ഈ ശബരിമല വിഷയത്തിൽ ഹൈന്ദവ സമുദായത്തിനകത്തെ സാമുദായിക ധാരകളെ അതുപോലെ ജാതി സംഘടനകളെ അവരെ കോർത്തിണക്കിക്കൊണ്ടൊരു നവോത്ഥാന മുന്നേറ്റമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, ആ വനിതാമതിൽ ഉൾപ്പെടെയുള്ള സംഘടന അതിനു വേണ്ടിയാണെങ്കിൽ അത് CPM എന്നൊരു പാർട്ടി നടത്തുകയായിരുന്നില്ലേ ഉചിതം? അതിന് പകരം സർക്കാർ അതിനുവേണ്ടി മുന്നിട്ടിറങ്ങുമ്പോൾ അതാണ് യഥാർത്ഥത്തിൽ ധ്രുവീകരണവും വിഭാഗീയതയും ഇക്കാര്യത്തിൽ സൃഷ്ടിക്കുന്നതെന്നൊരു ആരോപണം ഉണ്ടാകില്ലേ? അതെ, ഇതിപ്പോൾ ഒന്നുകിൽ നമ്മുടെ ഈ ചർച്ചയ്ക്ക് ആധാരമായി താങ്കൾ തന്നെ ഉന്നയിച്ചതായ സഖാവ് പിണറായി വിജയൻ്റെ ലേഖനം ഈ ചർച്ചയിൽ പങ്കെടുത്ത 3 മാന്യ സുഹൃത്തുക്കളും എന്നോടൊപ്പം പങ്കെടുത്ത മറ്റ് 3 പേരും ഒന്നുകിൽ അത് പൂർണ്ണമായി വായിച്ചില്ല, അതല്ല എങ്കിൽ അവർ അത് വായിച്ചിട്ട് അതിലെ പ്രസക്തമായ ചില ഭാഗങ്ങൾ അവർ ബോധപൂർവം അത് മറച്ചു വയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്, അല്ലെങ്കിൽ തിരസ്കരിക്കുകയാണ്, കണ്ടില്ല എന്നടിക്കുകയാണ്. സഖാവ് പിണറായി ഈ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന ഒരു ഭാഗം ഞാൻ 1 മിനിറ്റ് എടുക്കുന്നുള്ളൂ.
നവോത്ഥാന മുന്നേറ്റത്തിൽ സ്ത്രീകളുടെ പ്രശ്നങ്ങളും സജീവമായി തന്നെ നവോത്ഥാന നായകർ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുവും ചട്ടമ്പിസ്വാമികളും അയ്യൻകാളിയും വി ടി ഭട്ടതിരിപ്പാടും മന്നത്ത് പത്മനാഭനും ഇത്തരം ഇടപെടലുകൾ സജീവമായി നടത്തിയിരുന്നു. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിലും നവോത്ഥാനം സജീവമായിരുന്നു. മക്തിത്തങ്ങളും ചാളിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും വക്കം മൗലവി എൻ്റെ പാർലമെൻറ്റ് മണ്ഡലത്തിൽപ്പെട്ട ആ തറവാട് വീട് അവിടെയാണ്. അദ്ദേഹം ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എന്നൊരു പത്രാധിപർക്ക് ആ വിധത്തിൽ തൻ്റെ തൂലിക ചലിപ്പിക്കാൻ കഴിഞ്ഞതും താങ്കൾ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർക്ക് കേരളത്തിൽ ആചാര്യനായി അത്തരത്തിൽ അദ്ദേഹം അങ്ങനെ ഇപ്പോഴും ഇനിയും അങ്ങനെ തന്നെ ഉണ്ടാവുന്നതും. വക്കം മൗലവിയും പോലുള്ളവർ സ്ത്രീ വിദ്യാഭ്യാസത്തിന് നൽകിയ പ്രാധാന്യം ശ്രദ്ധേയമായിരുന്നു. ഹലീമ ബീവിയെ പോലുള്ള മുസ്ലിം നവോത്ഥാന പ്രവർത്തകരും ഇക്കാര്യത്തിൽ വഹിച്ച പങ്ക് വിസ്മരിക്കാനാവില്ല. അക്കമ്മ ചെറിയാനെ പോലുള്ളവരും ഈ മുദ്രാവാക്യം മുറുകെ പിടിച്ചവരാണ്. ഇങ്ങനെ എല്ലാ ജനവിഭാഗങ്ങളെയും സ്വാധീനിച്ച മഹാപ്രവാഹമായിരുന്നു നവോത്ഥാനം. അത് സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് പറയുന്നത് വർഗീയതയാവുന്നു എന്നാണ് ചിലരുടെ കണ്ടുപിടുത്തം. ഇത് ചരിത്ര നിഷേധമാണ്. മറ്റൊരു കാര്യം, ഇദ്ദേഹം ഈ ലേഖനത്തിൽ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. ആ ലേഖനത്തിൽ ആകെ ഒരു ഖണ്ഡികയിലാണെങ്കിലും അദ്ദേഹം പറയുന്നത് വനിതാ മതിൽ സൃഷ്ടിക്കുന്നതിന് ഇടയായ സാഹചര്യം സ്ത്രീ പുരുഷ തുല്യത എന്ന ഭരണഘടനാ തത്വം ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായി സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധിയാണ്. സ്ത്രീ പുരുഷത്വ സമത്വത്തെ സംബന്ധിച്ച് അഭിഭാഷകൻ കൂടിയ രണ്ടുപേരും ഞാനും സുരേഷ് ബാബു ചേട്ടനും അഭിഭാഷകനാണ്. ശ്രീ ഇപ്പോൾ പിന്നെ മേനോൻ ചേട്ടൻ അഭിഭാഷകനായിരിക്കുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് ഞാനും പറയുന്നത്. ഇവിടെ ഭരണഘടനയെ നമ്മളെല്ലാവരും അംഗീകരിക്കുകയാണ്. കാരണം 3 രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളായി നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മുടെ എല്ലാം രാഷ്ട്രീയ പാർട്ടികളുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് അല്ലെങ്കിൽ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടതനുസരിച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് നമ്മുടെ എല്ലാം രാഷ്ട്രീയ പാർട്ടികളുടെ ഒപ്പുവയ്ക്കാൻ ടു ബി സ്യൂഡ് ആൻഡ് ടു സ്യൂ എന്ന് പറയുന്ന അതോറിറ്റി ആരാണ് അവർ എഴുതി കൊടുത്തിട്ടുള്ളതിൽ ഇന്ത്യൻ ഭരണഘടനയോട് കൂറും വിശ്വാസവും ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന തത്വങ്ങളോട് പൂർണ്ണമായി കൂറും ഞങ്ങൾ പുലർത്തിക്കൊള്ളാമെന്ന് അങ്ങനെ കൂട്ടിച്ചേർത്താണ് ഭരണഘടന പോലും ഭേദഗതി ചെയ്താണ് ഈ 3 രാഷ്ട്രീയ പാർട്ടികളും ഇന്ന് പ്രവർത്തിക്കുന്നത്. ഭരണഘടനയെ വെല്ലുവിളിക്കുന്നുവെങ്കിൽ നിങ്ങളത് പറയണം. ഭരണഘടനയിൽ പറയുന്ന റൈറ്റ് ടു ഇക്വാലിറ്റി നിങ്ങൾ വെല്ലുവിളിക്കുന്നുവെങ്കിൽ നിങ്ങൾ പറയണം. അവിടെ പറയുന്നതായിട്ടുള്ള സെക്കുലറിസത്തെ സംബന്ധിച്ച് മതനിരപേക്ഷതയെ നിങ്ങൾ വെല്ലുവിളിക്കുന്നുവെങ്കിൽ നിങ്ങൾ പറയണം. ഇവിടെ പിണറായി മറ്റൊരു കാര്യം, ഈ ഒരു വരി കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഈ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ശബരിമലയിൽ എല്ലാ പ്രായത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് പ്രവേശനം നൽകണമെന്ന് കോടതി വിധിച്ചത്. വിധി വന്നയുടനെ അത് നടപ്പാക്കണമെന്ന് നിർദ്ദേശിച്ചവർ തന്നെ പിന്നീട് അതിനെതിരായി രംഗത്ത് വന്നു. ഒരു വിഭാഗം സ്ത്രീകളെ തെരുവിലിറക്കി കേരളത്തിലെ സ്ത്രീകൾ വിധിക്കെതിരാണെന്ന പ്രതീതി സൃഷ്ടിക്കാനും ശ്രമമുണ്ടായി. ഒപ്പം ഇതിൻ്റെ മറവിൽ കേരളത്തിൽ നവോത്ഥാന പാരമ്പര്യത്തെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് സ്ത്രീകൾ അശുദ്ധരാണെന്ന് പ്രഖ്യാപിക്കുന്ന തരത്തിലുള്ള പ്രചാരവേലകളും ഉയർന്നു വന്നു. നമ്മളെ എല്ലാം നൊന്തുപെറ്റത് ഏതെങ്കിലും അമ്മമാരും ഉമ്മമാരുമാണ്. അവരുടെ എല്ലാം ആർത്തവം, അശുദ്ധി, സ്ത്രീകൾ അശുദ്ധയാണ് എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിനെല്ലാം വാസ്തവത്തിൽ എതിർക്കേണ്ടതാണ്, ചെറുക്കേണ്ടത് തന്നെയാണ്. ഇത് പറയുമ്പോൾ ഇതെവിടെയെങ്കിലും കൂട്ടിക്കെട്ടുന്നു എന്നുള്ള നിലയിലേക്ക് അതല്ല എങ്കിൽ ഇവിടെ വിവിധ സംഘടനകൾ അത്തരത്തിൽ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് രംഗത്ത് വരുന്നു, അവർ പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്നുള്ളത് കൊണ്ട് ആരെങ്കിലും ഇതിനെ ഇനി വർഗീയ മതിലെന്ന് വിളിച്ച് നിങ്ങൾ ആക്ഷേപിച്ചോളൂ, ഒരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെയുള്ള ആക്ഷേപത്തെ കുറിച്ച് സമ്പത്ത് നമുക്ക് കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് പോകാം. ഈ ചർച്ച കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് പോകാം. എന്റെ ചോദ്യം ഇതാണ്. ഇവിടെ PM സുരേഷ് ബാബു ചൂണ്ടിക്കാട്ടിയത് ആക്ഷേപങ്ങൾ വരുന്നതനുസരിച്ച് സർക്കാർ ഇക്കാര്യങ്ങളിൽ നിലപാട് മാറ്റിയിട്ടുണ്ടെന്നാണ്. അത് ശരിയാണെന്ന് തോന്നുന്നതാണ് സർക്കാർ ഇതുവരെ സ്വീകരിച്ച സമീപനങ്ങൾ. ആദ്യം ഹൈന്ദവ സമുദായത്തിലെ ജാതി സമുദായ സംഘടനകളെ വിളിച്ചു ചേർത്ത് നവോത്ഥാന സംരക്ഷണ സമിതി എന്ന സംഘടനയുണ്ടാക്കി. അതിൽ മറ്റ് സമുദായങ്ങളിൽ നിന്ന് ആരും ഉണ്ടായിരുന്നില്ല. അത് വിമർശമായി ഉയർന്നപ്പോൾ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് വനിതാ മതിൽ സംഘടിപ്പിക്കുന്നത്, അതിലെല്ലാവർക്കും പങ്കാളിത്തമുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോഴും നവോത്ഥാന സംഘാടന സമിതിയുടെ തലപ്പത്തിരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശനും സുഗതനെയും പോലുള്ള ആളുകൾ മാത്രമാണ്. അതിൽ ക്രൈസ്തവ മുസ്ലിം സംഘടനാ നേതാക്കളുടെയോ ഏതെങ്കിലും ജാതി സംഘടനകളുടെ പ്രാതിനിധ്യമില്ല. 1. 2, ശബരിമല വിഷയത്തിലെ യുവതീ പ്രവേശത്തെക്കുറിച്ച് വെള്ളാപ്പള്ളി നടേശന് മറ്റൊരു നിലപാടാണുള്ളത്. അപ്പോഴാണ് സർക്കാർ ഇതേക്കുറിച്ച് വീണ്ടും ആവർത്തിക്കുന്നത് ശബരിമല സുപ്രീം കോടതി വിധിയാണ് ഈ വനിതാ മതിലിന് ആധാരമെന്ന്. ഇതൊക്കെ നിൽക്കട്ടെ, ഈ പറയുന്നത് മാത്രമല്ലല്ലോ സ്ത്രീവിരുദ്ധമായ ആചാരങ്ങൾ. മുസ്ലിങ്ങൾക്കിടയിൽ സ്ത്രീവിരുദ്ധമായ ആചാരങ്ങളില്ലേ? എത്രയോ മുസ്ലിം സ്ത്രീകൾക്ക് ഇപ്പോഴും പള്ളികളിൽ പ്രവേശനം ലഭിക്കാതിരിക്കുന്നുണ്ട്. ഇതെല്ലാം ഒരു സർക്കാർ ഇത്തരത്തിലൊരു നവോത്ഥാന മുന്നേറ്റം നടത്തുമ്പോൾ അതെല്ലാം സർക്കാരിൻ്റെ കൺസേൺ ആവേണ്ടതല്ലേ? അതല്ല, മറിച്ച് ഹൈന്ദവ സാമുദായിക നവോത്ഥാനമായിരുന്നു നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അത് CPM നടത്തിയിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഓഡിറ്റിംഗ് ഉണ്ടാവുമായിരുന്നില്ല. നോക്കൂ, ഇവിടെ ഒരു കാര്യം, CPMൻ്റേത് മാത്രമായിട്ടുള്ള ഒരു പരിപാടിയായിട്ടല്ല വനിതാ മതിലിനെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇവിടെ സാന്ദർഭികമായി ഇപ്പോൾ യാദൃച്ഛികമായിട്ടോ ജസ്റ്റ് എ കോയിൻസിഡൻസ് എന്നോ ചരിത്രത്തിൻ്റേതായിട്ടുള്ള വികൃതികളെന്നോ ഒക്കെ പറയാവുന്നത് പോലെ സുപ്രീം കോടതി ഇതിപ്പോൾ നമ്മൾ ഇത്തരം ഒരു ചർച്ചയിലേക്ക് വരാനിടയായത് സുപ്രീം കോടതി വിധിയാണെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ. ഞങ്ങൾ 4 പേരും
താങ്കൾ ഉൾപ്പെടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ ലക്ഷക്കണക്കിന് ഭവനങ്ങളിലുള്ളവർക്കും ഒരു കാര്യത്തിൽ തർക്കമില്ല. എന്താണ് തർക്കമില്ലാത്തത്? നവോത്ഥാന മൂല്യങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകളും സ്ത്രീ പുരുഷ തുല്യതയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഇന്ന് സജീവമായി ഈ പറയുന്ന ഒരു പബ്ലിക് ഡൊമൈനിലെ സ്പേസ് എങ്ങനെയാണ് വന്നത്? വരാനിടയായത് സുപ്രീം കോടതിയിലെ 4:1 എന്നുള്ള നിലയിലേക്കുള്ള ആ സുപ്രീം കോടതിയുടെ വിധിയാണ്. ആ വിധി വന്നില്ലായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ ഈ ചർച്ച ഇവിടെ നടക്കില്ലായിരുന്നു. ഇത്തരത്തിലുള്ള അങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് ഇതിനെ സംബന്ധിച്ചുള്ള ഏതെങ്കിലും വിധത്തിലുള്ള തർക്കങ്ങളോ വാദങ്ങളോ ന്യായങ്ങളോ ഇതൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഒന്ന്, ശരി, നല്ലത്, ഇത്തരത്തിലൊരു നിമിത്തമായി എന്നുള്ളത് കൊണ്ട് ഇക്കാര്യത്തെക്കുറിച്ച് വന്നു. ഇത് വരുമ്പോൾ തന്നെ സ്ത്രീകളുടേതായിട്ടുള്ള സമൂഹത്തിലെ സ്ഥാനത്തെക്കുറിച്ചുള്ളതിലും അവരുടേതായിട്ടുള്ള ആ ഇടപെടലുകളെക്കുറിച്ചും അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് പല ആളുകൾക്കും വ്യത്യസ്ത കാഴ്ചപ്പാടുണ്ടാവാം. ഇതിൽ ഈ ചർച്ചയിൽ ആങ്കർ ചെയ്യുന്ന താങ്കൾ ഉൾപ്പെടെ ഇതിൽ ഞങ്ങൾ 4 പേരുടെയും കാഴ്ചപ്പാട്, ഞങ്ങൾ 4 പേരും എന്തായാലും ഇത് പുരുഷന്മാരായിപ്പോയി, സ്ത്രീകളില്ലാതെ നമ്മളെല്ലാവരും ഇവിടെ പുരുഷന്മാർ തന്നെ ആയിപ്പോയി. വനിതാ മതിലിനെക്കുറിച്ചുള്ള ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അനുകൂലിച്ച് പറയുന്ന ഞാനും ആങ്കർ ചെയ്യുന്ന താങ്കളും മറ്റു 3 ചങ്ങാതിമാരുമെല്ലാം ലിംഗപരമായി നമ്മളെല്ലാവരും പുരുഷന്മാരായിപ്പോയി എന്നുള്ളത് കൊണ്ട് വനിതാ മതിലിൻ്റെ പ്രാധാന്യം എന്തായാലും മീഡിയ വണ്ണിൻ്റെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് ഭവനങ്ങളിലുള്ളവരിലേക്ക് എത്താതിരിക്കുന്നില്ലല്ലോ. ഇവിടെ വേറൊരു കാര്യത്തെക്കുറിച്ച് കൂടി, ഇവിടെ ഈ പറയുന്നതായിട്ടുള്ള വിവിധ സംഘടനകൾ എടുത്തിട്ടുള്ള അതിൻ്റെ നേതാക്കന്മാർ അവർ പറയുന്ന കാര്യങ്ങളിലും അത്തരം കാര്യങ്ങൾ വ്യത്യസ്ത അഭിപ്രായ കോണുകൾ ഉണ്ടാവട്ടെ. എൻ്റെ ചോദ്യം, വിനീതമായ ചോദ്യം, നവോത്ഥാന മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ തയ്യാറുണ്ടോ ഇല്ലയോ? ഒരു കാര്യത്തിൽ നിലപാടെടുത്തേ മതിയാവുള്ളൂ. നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത്. ചില സന്ദർഭങ്ങളിലെങ്കിലും ചരിത്രം നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വേർ യു സ്റ്റാൻഡ് എന്നുള്ളത്, ഫോർ വാട്ട് യു സ്റ്റാൻഡ് ഫോർ എന്നുള്ളത്. അല്ലാതെ ഇത് മൂടുപടം വെച്ചിങ്ങനെ മറച്ചു വെച്ചുകൊണ്ട് പോകാനൊന്നും കഴിയില്ല. നേരത്തെ ഇവിടെ ഒരു വനിതയെക്കുറിച്ച് ചില കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞാൻ CITUവിൻ്റെ അഖിലേന്ത്യാ ജനറൽ കൗൺസിലിലെ അംഗമാണ്. എൻ്റെ അറിവിൽ അങ്ങനെ ഒരു വനിത ഈ ലക്ഷക്കണക്കിന് അംഗങ്ങളുള്ള CITU എന്ന കേന്ദ്ര ട്രേഡ് യൂണിയൻ്റെ അഫിലിയേറ്റ് ചെയ്ത ഏതെങ്കിലും സംഘടനയിൽ അംഗമല്ല. ഇനി ആരെങ്കിലും ഏതെങ്കിലും വിധത്തിൽ അവരുടേതായിട്ടുള്ള കുടുംബ പശ്ചാത്തലമൊക്കെ ആണെങ്കിൽ ഏത് ചാനലിലെ എക്സിക്യൂട്ടീവിൻ്റെ ഭാര്യയാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ആരെങ്കിലും ചോദിച്ചാൽ, ഞാൻ ആ പേരൊന്നും ഇവിടെ പറയുന്നില്ല, കാരണം നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ കഴിയാത്തതായിട്ടുള്ളൊരു സഹോദരിയുടെ പേര് വലിച്ചിഴച്ച് ഇവിടെ കൊണ്ടുവന്ന് അത് പറയേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങളുടെ വീട്ടിലെ സ്ത്രീകൾക്ക് അങ്ങനെ പോകണമെന്നുള്ള അത്യാവശ്യം ഉണ്ടായിരുന്നുവെങ്കിൽ വനിതാ മതിലിലേക്ക് അവർ വരുമ്പോൾ അവരുടെ സഹായത്തിന് ഞങ്ങൾ ചെല്ലുന്നത് പോലെ ഞങ്ങളുമെല്ലാം അവിടെ ചെന്നിരുന്നു. ചിത്രം മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ നവോത്ഥാനം വേണം, നവോത്ഥാന മുന്നേറ്റം ഉണ്ടാവണമെന്നുള്ള ആ തീരുമാനത്തിൽ അതിലുള്ള ആക്ഷേപം അതിലല്ല ഉയരുന്നത്. ഞാൻ കണ്ണൂരിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പ്രസംഗിച്ച ഒരു വാക്യമാണ് കേൾപ്പിക്കുന്നത്. അതാണ് എൻ്റെ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആധാരമായ ആ പ്രസംഗത്തിൻ്റെ ഭാഗം. അതൊന്ന് പ്ലേ ചെയ്യൂ. അത് RSSും BJPയും ദുരുപയോഗം ചെയ്യരുത് എന്ന ഉദ്ദേശത്തോടെ തന്നെ വിളിച്ച യോഗമാണ്. RSSും BJPയും നടത്തുന്ന സമരം, ആ സമരത്തിനെ തുറന്നു കാണിക്കാനും നേരിടുന്നതിനും വേണ്ടി സർക്കാർ വിളിക്കുന്ന യോഗം, ആ യോഗത്തിൽ നമ്മുടെ കേരളത്തിലെ ന്യൂനപക്ഷ സംഘടനകളെ കൂടി വിളിച്ചാൽ അത് RSSന് കിട്ടുന്ന ഒരു ആയുധമായി മാറും. അതുകൊണ്ടാണ് ആ യോഗത്തിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട സംഘടനകളെ വിളിക്കാതിരുന്നത്. ശരി, ശ്രീ സമ്പത്ത്, ഇതാണ് എൻ്റെ ചോദ്യം. ഇതാണ് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നത്. അതായത് നവോത്ഥാന സംരക്ഷണ സമിതിയുടെ രൂപീകരണ യോഗത്തിൽ ന്യൂനപക്ഷ സംഘടനകളെ ഒഴിവാക്കി നിർത്തിയതിൻ്റെ കാരണമായി മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നത് ഇതാണ്. ഇങ്ങനെയാണോ ഒരു നവോത്ഥാനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? അതായത് RSSനെ ഭയന്ന് ഈ രാജ്യത്തെ മുഴുവൻ ജനവിഭാഗങ്ങളെയും ഒരുമിപ്പിച്ച് നിർത്താൻ കഴിയാത്ത ഒരു മുഖ്യമന്ത്രിയാണ് വനിതാ മതിൽ, 50 ലക്ഷം പേർ അണിനിരത്തുന്ന വനിതാ മതിലിന് നേതൃത്വം കൊടുക്കുന്നത്. താങ്കളുടെ ചോദ്യത്തിൻ്റെ 2 വശങ്ങൾക്കുള്ള മറുപടിയിൽ ഒന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, മറുപടി ഈ ചോദ്യം വരുന്നതിന് മുമ്പ് തന്നെ. പ്രസംഗത്തിന്റെ ക്ലിപ്പിങ്ങിൽ തന്നെ ഒരു മറുപടി അവിടെയുണ്ട്. ആ മറുപടി എന്താണ്? സഖാവ് പിണറായി പറഞ്ഞുവല്ലോ, ഇത് ഒരു കാരണവശാലും RSSൻ്റെയും BJPയുടെയും അജണ്ടയിലേക്ക്, ഇവിടെ ശ്രീ രാധാകൃഷ്ണ മേനോൻ്റെ സംസ്ഥാന പ്രസിഡന്റ് തന്നെയാണ് പറഞ്ഞത്, നമ്മളൊരു അജണ്ട നിശ്ചയിച്ചിരിക്കുന്നു, നമ്മൾ നിശ്ചയിച്ച അജണ്ട ഇതൊരു സുവർണ അവസരമാണ്, ആ അജണ്ടയിലേക്ക് ഇവിടെ സുരേഷ് ബാബു ചേട്ടൻ്റെ പാർട്ടി ഉൾപ്പെടെയുള്ള പല ആളുകളും ആ അജണ്ടയിലേക്ക് വീണിട്ടുണ്ട് എന്ന്. അതുകൊണ്ടാണല്ലോ രാമൻ നായരെ പോലുള്ള പല ആളുകളെയും അത്തരത്തിലേക്ക് അവർക്ക് കിട്ടിയത് തന്നെ. കോൺഗ്രസ്സുകാരായിട്ടുള്ള നിരവധി പേർക്ക് വേണ്ടി വാതിലുകളും വാതായനങ്ങളും തുറന്നിട്ടിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹം എന്തായാലും അവിടെ സുവ്യക്തമാക്കി കഴിഞ്ഞു. ഇത്തരത്തിലുള്ളൊരു വിഷയം ഉണ്ടാകുമ്പോൾ കേരളത്തിൽ നേരത്തെ തന്നെ ഇത്തരം കാര്യത്തെ സംബന്ധിച്ച് ഇവിടെ RSSും BJPയും ഈ അജണ്ട ഇപ്പോൾ നിശ്ചയിച്ചുകൊണ്ട് വരുന്നത് എന്താണ്?
എന്തായിരുന്നു ഓർഗനൈസറിൻ്റെ നേരത്തെ വർഷങ്ങൾക്ക് മുമ്പുള്ള ലേഖനം? ആരായിരുന്നു? അങ്ങനെയാണ് കേസിൻ്റെ നാൾ വഴികളിലേക്കൊന്നും ഞാൻ പോണില്ല. ആരായിരുന്നു ഈ പറയുന്ന ആദ്യം ആ മാന്യ വനിതകൾ ഈ കേസിന് പോയ ആളുകൾ? ശരി, അതുകൊണ്ടും തീരുന്നില്ല. നമ്മളിവിടെ ഇരിക്കുമ്പോൾ ഞാനിവിടെ തിരുവനന്തപുരത്തെ മീഡിയ വണ്ണിൻ്റെ സ്റ്റുഡിയോയിലാണ്. ഇപ്പോൾ തൊട്ടടുത്ത മണ്ഡലമാണ് നേമം. BJPയുടെ സമുന്നതനായ നേതാവ് ശ്രീ O രാജഗോപാൽ 1999 മാതൃഭൂമിയുടെ സ്പെഷ്യൽ പതിപ്പിൽ അദ്ദേഹത്തിൻ്റെ ലേഖനം എന്തായിരുന്നു? താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ ചില കാര്യങ്ങളുണ്ടല്ലോ. ഇവിടെ ഉണ്ടാവുന്ന ഒരു കാര്യം നമുക്ക് സ്പെസിഫിക് ആവാം. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ RSS അത് മുതലെടുക്കുമെന്നൊരു ഭയം, രാഷ്ട്രീയമായ ഭയം മുഖ്യമന്ത്രിക്കുണ്ടെന്ന് കരുതുക. അവരെ മാറ്റി നിർത്തി, ന്യൂനപക്ഷങ്ങളെ മാറ്റി നിർത്തി. ഓക്കെ, ഇനി നവോത്ഥാന സംരക്ഷണ സമിതിയുടെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ, അതിൻ്റെ ജോയിൻറ്റ് കൺവീനറായ സുഗതൻ, ഇവർക്ക് ഇത്തരം വിഷയങ്ങളിലുള്ള നിലപാടെന്തായിരിക്കും? നൌഷാദ് എന്നൊരു യുവാവ് മാൻഹോളിൽ വീണ് മരിച്ചു. ഒരാളെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ മാൻഹോളിൽ വീണ് മരിച്ചപ്പോൾ അയാൾ മുസ്ലിം ആയതുകൊണ്ടാണെന്ന് ഉമ്മൻചാണ്ടി സർക്കാർ അയാൾക്ക് ധനസഹായം നൽകിയതെന്ന വർഗീയ പരാമർശം നടത്തിയതിന് കേസ് നേരിടുന്ന ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ. സുഗതനാകട്ടെ ഹാദിയ എന്ന പെൺകുട്ടിയെ തെരുവിൽ വലിച്ചു കയറണമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചയാൾ, കർസേവ നടത്തി ബാബരി മസ്ജിദ് പൊളിക്കാൻ പോയി അതിൻ്റെ ഒരു കല്ലുമായി തിരിച്ചു വന്നയാൾ. അവർ ഒരൊറ്റ നിമിഷം കൊണ്ട് ഒരു നവോത്ഥാന രൂപീകരണ യോഗത്തിൽ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത രൂപീകരണ യോഗത്തിൽ പങ്കെടുക്കുമ്പോഴേക്കും അവരുടെ രാഷ്ട്രീയ നിലപാടും വർഗീയ ചായവുമെല്ലാം മാറ്റി വളരെ സംശുദ്ധ മതേതര വ്യക്തിത്വങ്ങളായി മാറി എന്ന് CPM കരുതുന്നുണ്ടെങ്കിൽ അത് എത്രമാത്രം വിഡ്ഢിത്തരമാണ് ശ്രീ സമ്പത്ത്? അല്ല, ഞങ്ങളിപ്പോൾ ഇതിൽ ആരുടെയെങ്കിലും അവരുടെ സ്വഭാവശുദ്ധി അളക്കാനൊന്നും ഞങ്ങൾ ആളല്ല. രാഷ്ട്രീയമായി അവരെടുക്കുന്ന നിലപാടുകളെ രാഷ്ട്രീയമായി തന്നെയാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഈ പറഞ്ഞിട്ടുള്ള പല ആളുകളും നേരത്തെ BJPയുടെ സഖ്യകക്ഷികളായി നിന്ന് രാഷ്ട്രീയമായ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ ഞങ്ങളും അവരും തമ്മിൽ എങ്ങനെയാണ് വർത്തമാനം പറഞ്ഞിട്ടുള്ളത്? ഇവിടെ ഇപ്പോൾ വന്നിട്ടുള്ളത് ഇന്നത്തെ വിഷയത്തിൽ എടുത്തിട്ടുള്ളതിൽ, ഇന്നലെ പാളയിൽ കയറിയിരുന്ന് നിരങ്ങിയതിനെക്കുറിച്ച് ഇന്നും ഈ പറയുന്നത് നിങ്ങൾ അന്നങ്ങനെ പറഞ്ഞത് മുമ്പെടുത്ത നിലപാട് എന്നുള്ള നിലയിലേക്ക് നിന്നുകൊണ്ടാണ് എങ്കിൽ ആർക്കും ആരോടൊപ്പവും ഒരു കാരണവശാലും കൂടാനായി കഴിയില്ല. ഇവിടെ രാഷ്ട്രീയമായി അവരെടുത്തിട്ടുള്ള നിലപാടുകളെ എതിർക്കേണ്ട സമയത്ത് എതിർത്തിട്ടുണ്ട്, ഇനിയും എതിർക്കേണ്ടപ്പോൾ എതിർക്കുക തന്നെ ചെയ്യും. ഇവിടുത്തെ ചോദ്യം, കേരളം ഇന്ന് ഈ നവോത്ഥാന മൂല്യങ്ങൾക്കൊരു വെല്ലുവിളി നേരിടുന്നുണ്ട്. ആ വെല്ലുവിളി നേരിടുമ്പോൾ ഒരു പക്ഷേ താങ്കൾ സൂചിപ്പിച്ചതുപോലെ മുൻകാലങ്ങളിൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലും അഭിപ്രായ പ്രകടനങ്ങൾ, എനിക്കതിനോട് യാതൊരു യോജിപ്പുമില്ലാത്ത ആളാണ്, അന്നും തള്ളിപ്പറഞ്ഞിട്ടുള്ള ആളാണ്, ഇപ്പോഴും ആ വാചകങ്ങൾ അങ്ങനെ കോട്ട് ചെയ്ത് ആര് പറഞ്ഞാലും അതിനെതിരായ നിലപാട് തന്നെയാണ് വ്യക്തിപരമായി രാഷ്ട്രീയമായി ഞാൻ എടുക്കുക എന്നുള്ളത് തുറന്നു പറയാനും ആഗ്രഹിക്കുന്നു. എന്നാൽ കേരളത്തിൻ്റെ നവോത്ഥാന മൂല്യങ്ങൾക്ക് വെല്ലുവിളി നേരിടുന്ന ഘട്ടത്തിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ചില സംഘടനകൾ അവർ ഉന്നയിക്കുന്നത്, അവരാണ് ഇത്തരത്തിൽ വനിതാ മതിൽ എന്നൊരാശയം മുന്നോട്ട് വയ്ക്കുന്നത്. അവിടെ വനിതാ മതിൽ എന്നുള്ള ആശയം മുന്നോട്ട് വയ്ക്കുന്നത് ഞങ്ങളല്ല. ഇത്തരത്തിൽ വനിതകൾ പങ്കെടുത്തുകൊണ്ട് തന്നെ ഇത്തരം ഒരു കാര്യത്തെക്കുറിച്ച് വരട്ടെ. അപ്പോൾ പലപ്പോഴും പല വിധത്തിലുള്ള ആക്ഷേപങ്ങൾ വന്നത് എന്താണ്? ഇതെല്ലാം സ്ത്രീകൾക്ക് വേണ്ടി പുരുഷന്മാരാണോ പറയുന്നത്? ഇപ്പോൾ നമ്മളെ ഈ ചർച്ചയും അങ്ങനെയാണല്ലോ, സ്ത്രീകൾക്ക് അനുകൂലമായിട്ടാണോ പ്രതികൂലമായിട്ടാണോ, ഇതെല്ലാം നമ്മൾ പുരുഷന്മാരിരുന്നാണല്ലോ അത്തരം കാര്യങ്ങൾ. ഇറ്റ്സ് ഓൾ മെൻസ് വേൾഡ് എന്നുള്ളത് പോലെ സമയങ്ങളിൽ ഉയർന്നു വന്ന ആക്ഷേപങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അതിൽ നല്ലതിനെ സ്വീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് വിശദീകരണം. ഡെഫിനറ്റ്ലി സുരേഷ് ബാബു, ഇത് വളരെ സത്യസന്ധമായ ഒരു വിശദീകരണമായി തോന്നുന്നില്ലേ? അതായത് ഒരു തീരുമാനമെടുക്കുന്നു, ആ തീരുമാനമെടുക്കുമ്പോൾ ഉയർന്ന ആക്ഷേപങ്ങളെ അവർ സ്വാംശീകരിക്കുന്നു, നല്ലതിനെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഇനി എന്താണ് നിങ്ങൾക്ക് പ്രശ്നം? ഞങ്ങളെ പ്രശ്നങ്ങൾ ഇങ്ങനെയൊന്നും പരിഹരിക്കപ്പെടേണ്ടുന്നൊരു പ്രശ്നങ്ങളല്ല. ഇതിനകത്തൊരു കാര്യം നമ്മൾ മനസ്സിലാക്കിയാൽ മതിയല്ലോ. നമ്മുടെ സമൂഹം മുഴുവൻ സമൂഹത്തിൻ്റെ പൊതുവായ താല്പര്യത്തിന് വിരുദ്ധമായി സമീപനം സ്വീകരിച്ചവരാണ് എന്ന് മുദ്ര കുത്തിയിട്ടുള്ള ആളുകൾ. അവർ CPMൻ്റെ കൂടെ ചേരുമ്പോൾ വളരെ പരിശുദ്ധന്മാരായി, ചവറാച്ചനെ പോലെയുള്ളവർ വളരെ പരിശുദ്ധന്മാരായിട്ട് മാറുകയാണ്. അവരല്ല, ഏതെങ്കിലും ചില ആളുകൾ കോൺഗ്രസിൽ നിന്ന് വിട്ട് BJPയിലേക്ക് പോകുമ്പോൾ അവരെല്ലാവരും കോൺഗ്രസും മോശം, വിട്ടുപോയവർ മോശം എന്നല്ല പറയുന്നത്, അത് കോൺഗ്രസ്സാ മോശം എന്നാണ് പറയുന്നത്. കോൺഗ്രസ് മോശം എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുക, അതെന്തൊരു ന്യായമാണ്? അതെന്തൊരു സിദ്ധിയാണ്? എനിക്കത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഞാനൊരു കാര്യം അത് അവസാനത്തെ കാര്യങ്ങളാണെങ്കിൽ ഞാൻ മറ്റൊരു കാര്യം ഞാൻ പറയട്ടെ. ഇവിടെ ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം എന്താ? ഗവൺമെൻറ് എടുക്കേണ്ടിയിരുന്നത്, ഞാൻ പറയാം, പിണറായി വിജയൻ്റെ സർക്കാരിനത് എടുക്കാൻ കഴിയുമായിരുന്നു. പിണറായി വിജയൻ്റെ സർക്കാരിന് എടുക്കാൻ കഴിയുമായിരുന്നൊരു നയം എന്താണ്? ഞങ്ങൾ ഈ സ്ത്രീ 10ഉം 50ഉം ഇടയിലുള്ള വനിതകളെ പ്രവേശിപ്പിക്കുന്നതിനനുകൂലമാണ്. അതുകൊണ്ട് ഞങ്ങൾ കേരള ഗവൺമെൻറ് ഉണ്ടാക്കിയ നിയമത്തിൻ്റെ 3B വകുപ്പ് ഞങ്ങൾ ഭേദഗതി ചെയ്യുന്നു. കഴിഞ്ഞ 2 കൊല്ലം മുമ്പ് തന്നെ അവർക്കത് ചെയ്യാമായിരുന്നു, അതവർ ചെയ്തിട്ടില്ല. എന്നിട്ട് ഈ ഭേദഗതി ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ റദ്ദ് ചെയ്തുകൊണ്ട് സുപ്രീം കോടതി വിധി ഉണ്ടായിരിക്കുമ്പോൾ അവർ പറഞ്ഞത് എന്താ? അവർ പറഞ്ഞത് സുപ്രീം കോടതി വിധി വന്നതുകൊണ്ട് ഞങ്ങൾ നടപ്പാക്കുകയാണ്.
മറിച്ചൊരു വിധി വന്നാൽ ഞങ്ങൾ അത് നടപ്പാക്കും. കമ്മിറ്റ്മെൻ്റ് ഉണ്ടോ ഒരു ഐഡിയയോട്? ഒരു പൊളിറ്റിക്കൽ പ്രസ്ഥാനത്തിനോ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റിനോടോ ഒരു കമ്മിറ്റ്മെൻറ്റ് വേണമല്ലോ. തിരിച്ച് ഞങ്ങൾ അത് നേരിടാനാണ് സാധിക്കേണ്ടതെന്ന് പറയണ്ടേ? ഞങ്ങൾ പറഞ്ഞത് എന്താണ്? ഞങ്ങൾ പറഞ്ഞത് ഭരണഘടനാനുസൃതമായി രൂപീകൃതമായ സുപ്രീം കോടതിയുടെ വിധി അംഗീകരിക്കാൻ ഇന്ത്യ രാജ്യത്തെ പൗരന്മാർ ബാധ്യസ്ഥരാണ്. പക്ഷേ അതിൽ ഏതെങ്കിലും തരത്തിൽ വ്യതിയാനങ്ങൾ വരുത്താനുണ്ടെങ്കിൽ ഭരണഘടനയും സുപ്രീം കോടതിയുടെ റൂൾസ് ഓഫ് പ്രാക്ടീസും വെച്ചിട്ട് വല്ല വഴിയുമുണ്ടോ എന്ന് ആരായണം. UDF-ൻ്റെയും കോൺഗ്രസിൻ്റെയും ഞങ്ങളുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് കത്ത് വരെ അയച്ചു. അത് ഭരണഘടനക്കകത്ത് സുപ്രീം കോടതിയുടെ റൂൾസിനകത്തുണ്ട്. റിവ്യൂ പെറ്റീഷൻ കൊടുക്കണമെന്ന് ഞങ്ങളത് പറഞ്ഞു. ഞങ്ങൾ മറ്റൊന്നും ആദ്യം പറഞ്ഞില്ല. റിവ്യൂ പെറ്റീഷൻ ഗവൺമെൻറ് കൊടുക്കണം. റിവ്യൂ പെറ്റീഷൻ കളയുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ അതും തള്ളിപ്പളയുന്ന സാഹചര്യത്തിലാണെങ്കിൽ ക്യൂറേറ്റീവ് പെറ്റീഷൻ കൊടുക്കാം. ആ ക്യൂറേറ്റീവ് പെറ്റീഷൻ കൊടുക്കുന്നതിനെ കുറിച്ചുള്ള ആലോചന പ്രഖ്യാപിത നിലപാടുണ്ടായിരുന്നു സുരേഷ് ബാബു. ആ നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുന്നതാണ്. അതിൽ നിന്ന് മാറിയിട്ടില്ല. പക്ഷെ അത് പ്രായോഗികമായ സർക്കാർ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അജിംഷെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സർക്കാരിന് പ്രഖ്യാപിത നിലപാടില്ല. നിലപാട് എന്താണ്? 10ൻ്റെയും 50ൻ്റെയും ആളുകളെ കയറ്റണം എന്നുള്ളതാണെങ്കിൽ മുഖ്യമന്ത്രിയോ സർക്കാരോ പറയാൻ പാടില്ല. ജനുവരി 22 വരുന്ന വിധി മറിച്ചാണെങ്കിൽ ഞങ്ങൾ അത് നടപ്പാക്കുമെന്നല്ല പറയേണ്ടത്. അങ്ങനെ വരുന്നൊരു വിധി വന്നാൽ അതിന് നിയമപരമായി ഈ സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമായ എന്ന് പറയുമ്പോൾ അങ്ങനെ സർക്കാർ ഒരു നിലപാട് സ്വീകരിക്കാത്തത് എന്ത് ഭയന്നിട്ടാകാം? അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രഖ്യാപിത നിലപാട് ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിന് അതിനെ നിയമപരമായി നേരിടാമല്ലോ. പകരം കോടതിയിലേക്ക് തോള് ചാരി നിന്നുകൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. അങ്ങനെയാണോ തോന്നുന്നത്? തീർച്ചയായിട്ടും ഇത് കോടതി ഇപ്പോൾ CPM-ൻ്റെ ചരിത്രം, കേരളത്തിൽ CPM ആദ്യമായി അധികാരത്തിൽ വരുന്നത് ശബരിമല ക്ഷേത്രത്തിന് തീപിടിച്ച സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടായ ഹിന്ദു വികാരത്തെ ചൂഷണം ചെയ്തുകൊണ്ടാണ്. അതിന് ഇവിടെ ആ അന്വേഷണ കമ്മീഷനും റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കും, പ്രതികളെ പിടിക്കും, അവരെ കുറ്റക്കാരെ ശിക്ഷിക്കും എന്നൊക്കെ പ്രഖ്യാപിച്ചിട്ട് ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിൻ്റെ വികാരത്തെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടിയായി മാറിയത്. ഇപ്പോൾ ആ ഹിന്ദു സമൂഹത്തെ നിരീശ്വരവാദികളാക്കി മാറ്റാനും അയ്യപ്പ വിശ്വാസമില്ലാത്തവരായി, കാരണം ഇപ്പോൾ 33 കോടി ദൈവങ്ങളുള്ള ഹിന്ദു സമൂഹത്തിൽ കലിയുഗവരതനായ അയ്യപ്പൻ വേറിട്ട് നിൽക്കുന്നു. സമൂഹം മുഴുവൻ അത് അയ്യപ്പനെ ആരാധിക്കുന്നു. ഭാരതം മുഴുവൻ അയ്യപ്പനെ ആരാധിക്കാൻ നിങ്ങൾക്കത് പറയാൻ അർഹതയില്ല ശ്രീ രാധാകൃഷ്ണൻ മേനോൻ. കാരണം വിധിക്ക് മുമ്പ് നിങ്ങൾ അതിനെ അംഗീകരിച്ചവരാണ്. മറ്റാരെങ്കിലും ചൂണ്ടിക്കാട്ടിയാൽ നമുക്ക് സമ്മതിക്കാമായിരുന്നു. ഈ സുപ്രീം കോടതി വിധിക്ക് മുമ്പ് വരെ നിങ്ങൾ അതിനെ അംഗീകരിച്ചവരാണ്. നിങ്ങൾ ഈ വേറിട്ട് നിൽക്കുന്ന അന്ന് ഈ അയ്യപ്പൻ വേറിട്ട് നിന്നിരുന്നില്ല. വിധിക്ക് മുമ്പ് ഈ അയ്യപ്പൻ വേറിട്ട് നിന്നിരുന്നില്ല. പിന്നെ എന്തിനാണ് നിങ്ങളുടെ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ യുവതീ പ്രവേശനത്തിന് വേണ്ടി ക്യാമ്പയിൻ നടത്തിയത്? വിധിക്ക് മുമ്പ് അയ്യപ്പ സേവാ സമാജം അടക്കമുള്ള സംഘടനകൾ ഈ കാര്യത്തിൽ ഹർജി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കുറെ കാലമായി കുറെ അധികം മാധ്യമങ്ങൾ അതിനെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. പക്ഷേ അയ്യപ്പ വിശ്വാസികളായിട്ടുള്ള ആളുകൾ, ആ അയ്യപ്പ വിശ്വാസികളെ പ്രതിനിധീകരിക്കുന്ന RSS-മായി ബന്ധപ്പെട്ട BJP-യുമായി ബന്ധപ്പെട്ട ആളുകളെല്ലാം അടങ്ങിയ അയ്യപ്പ സേവാ സമാജം, അങ്ങനെയാണെങ്കിൽ അതിനെതിർത്ത RSS നേതാക്കളൊക്കെ വിശ്വാസികളല്ല എന്ന് പറയേണ്ടി വരും. അല്ലല്ല, വിശ്വാസം ഇപ്പോൾ അതിന് യഥാർത്ഥത്തിൽ പിന്നെ ഇവരിപ്പോൾ ഈ നവോത്ഥാനം കൊണ്ടുവന്നപ്പോൾ ഇപ്പോൾ അവസാന സമയത്തല്ലേ ഇവരുടെ ഉദ്ദേശം വ്യക്തമായത്. നവോത്ഥാനം എന്ന് പറഞ്ഞ് ആദ്യം പറയുന്നത് ശബരിമല വിഷയം അല്ലല്ലോ പറഞ്ഞു. ഇവിടെ രണ്ടാം ഘട്ടത്തിൽ വിശദീകരിച്ച ഇത് വെച്ച് നോക്കുമ്പോൾ സമയക്കുറവുള്ളതുകൊണ്ടാണ്. ശ്രീ ടി മുഹമ്മദ്, ഇവിടെ രണ്ടാം ഘട്ടത്തിൽ ആ വിശദീകരണം വരുമ്പോൾ, അതായത് ഒരു കാര്യത്തിൽ സർക്കാർ ഒരു നിലപാട് സ്വീകരിക്കുന്നു, സമൂഹത്തിൽ നിന്ന് വരുന്ന ആക്ഷേപങ്ങൾക്കനുസരിച്ച് അവർ നിലപാട് തിരുത്തുന്നുണ്ട്, അത് പൂർണ്ണമല്ല എന്ന് നിങ്ങൾക്ക് ആക്ഷേപിക്കാം. പക്ഷേ അതൊരു പൂർണ്ണതയിലേക്കുള്ള പാതയിലേക്കുള്ള സർക്കാരിൻ്റെ മുന്നേറ്റമായി തന്നെ കാണണ്ടേ? ഇത് ഒരു ശബരിമല വിഷയമാണ് ഈ വനിതാ മതിലിൻ്റെ പശ്ചാത്തലമെങ്കിൽ ആ നവോത്ഥാനത്തിൽ അങ്ങനെയും ഒരു നവോത്ഥാന നീക്കം നടത്താമല്ലോ. അതിനെ വിമർശിക്കപ്പെടേണ്ടതുണ്ടോ? CPM യഥാർത്ഥത്തിൽ നവോത്ഥാനമെന്ന് പറയുന്നത് എന്തിനാണ്? ഞാൻ മനസ്സിലാക്കുന്നത് നവോത്ഥാനം കേരളീയ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തുടർ പ്രക്രിയയായിരുന്നു. ഈ നവോത്ഥാനം എങ്ങനെയാണ് 19-ാം നൂറ്റാണ്ടിൽ നിന്ന് കണ്ടുപിടിക്കപ്പെടുന്നത്? 19-ാം നൂറ്റാണ്ടിൽ കണ്ടെത്തപ്പെടുന്ന ഒരു നവോത്ഥാനമല്ല കേരളത്തിൽ നടന്നിട്ടുള്ളത്. മറിച്ച് കേരളത്തിൽ പോർച്ചുഗീസുകാരുടെ അധിനിവേശം നടക്കുന്നു. ഈ അധിനിവേശത്തിനെതിരായിട്ട്
പ്രത്യേകിച്ച് ഇസ്ലാം മതത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അധിനിവേശത്തിനെതിരായ വലിയ പോരാട്ടങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ആ പോരാട്ടങ്ങൾക്ക് വലിയ തിയോളജിക്കലായിട്ടുള്ള ബേസ് ഉണ്ട്. കേരള ചരിത്രത്തെക്കുറിച്ച് എഴുതപ്പെടുന്ന ആദ്യത്തെ ലക്ഷണമൊത്ത ചരിത്ര പുസ്തകമായിട്ട് മനസ്സിലാക്കപ്പെടുന്നത് സൈനുദ്ദീൻ മഖ്ദൂം എന്ന് പറയുന്ന മലയാളിയായ ഇസ്ലാമിക പണ്ഡിതൻ എഴുതിയ തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന ഗ്രന്ഥമാണ്. അതിൻ്റെ ആശയം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം എന്നുള്ളതാണ്. അപ്പോൾ സ്വാതന്ത്ര്യം ഒരു നവോത്ഥാന മൂല്യമാണ്. പക്ഷെ അത് 19-ാം നൂറ്റാണ്ടിലല്ല, മറിച്ച് 14-ാം നൂറ്റാണ്ടിലാണ്. അതേപോലെ ഇന്ത്യൻ സമൂഹത്തിൻ്റെയും കേരളീയ സമൂഹത്തിൻ്റെയും നവോത്ഥാനത്തിൻ്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ തടസ്സം എന്ന് പറയുന്നത് ജാതിയാണ്. ഈ ജാതിക്കെതിരായ പോരാട്ടം ആരംഭിക്കുന്നത് 19-ാം നൂറ്റാണ്ടിലല്ല, അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവോ അയ്യങ്കാളിയോ അവിടെ വെച്ചൊരു നവോത്ഥാനം ആരംഭിക്കുകയല്ല. ഇതൊരു വളരെ കൺസ്ട്രക്ഷൻ ആയിട്ടുള്ളൊരു കാര്യമാണ്. മറിച്ച് കേരളത്തിൽ ഇപ്പോൾ ഇസ്ലാം വരുന്ന കാലം മുതൽ അത് ജാതിക്കെതിരായ ഒരു പ്രാക്ടീസിങ് നടത്തുന്നുണ്ട്. ജാതിക്കെതിരായ വലിയൊരു തിയോളജി, ഐഡിയോളജി മുന്നോട്ട് വെക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ മമ്പറന്തങ്ങൾ വരുന്നത് 17-ാം നൂറ്റാണ്ടിൻ്റെ ഒടുവിലും 18-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലുമാണ്. അദ്ദേഹം ഇവിടെയുള്ള അധസ്ഥിത സമൂഹത്തോട് പറയുന്നുണ്ട്, നിങ്ങൾ ആളുകളെ ജമ്മിമാരെ തമ്പിരാനെന്ന് വിളിക്കരുത് എന്ന് അധസ്ഥിത സമൂഹത്തോട്, ജാതിശ്രേണിയിൽ താഴ്ത്തപ്പെട്ട ആളുകളോട് പറയുന്നുണ്ട്. അതിന് അദ്ദേഹം പറഞ്ഞ ന്യായം ഈ പറയുന്ന യൂറോപ്യൻ ആയിട്ടുള്ള ന്യായങ്ങളോ സെക്കുലർ ആയിട്ടുള്ള ന്യായങ്ങളോ ഒന്നുമല്ല. തമ്പിരാൻ ദൈവമാണ്, അല്ലാഹു അക്ബർ, ദൈവമാണ് ഏറ്റവും വലിയവൻ. അതേപോലെ നിങ്ങൾ എച്ചിൽ തിന്നരുത്, കാരണം മനുഷ്യനെ ദൈവം ആദരിച്ചിരിക്കുന്നു, അവനെ നല്ലത് ആഹരിപ്പിച്ചിരിക്കുന്നു എന്ന് ഖുറാൻ്റെ ടെക്സ്റ്റിൻ്റെ ഭാഗമാണ്. ആ ടെക്സ്റ്റ് ഉദ്ധരിച്ചിട്ടാണ് മമ്പറന്തങ്ങൾ അധസ്ഥിത സമൂഹത്തോട് പറയുന്നത്. അപ്പോൾ ജാതിയെ ബ്രേക്ക് ചെയ്യുക, സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതുക, സമത്വത്തെ സാക്ഷാത്കരിക്കുക, ഇതൊക്കെയാണ് നവോത്ഥാന മൂല്യങ്ങളെങ്കിൽ അത് കേരളീയ സമൂഹത്തിൽ എത്രയോ കാലമായിട്ടുള്ള ഒരു തുടർ പ്രക്രിയയാണ്. ഈ തുടർ പ്രക്രിയയിൽ ഒരിടത്ത് വെച്ചിട്ട് നവോത്ഥാനത്തെ നവോത്ഥാനത്തെക്കുറിച്ചുള്ള പുതിയ വാദഗതികൾക്കും പുതിയ ആശയങ്ങൾക്കും കൂടി ഒരു സംവാദ സാധ്യത നൽകുന്നുവെങ്കിൽ ഈ വനിതാ മതിൽ തീർച്ചയായും പുരോഗമനപരവും കൺസ്ട്രക്റ്റീവുമാണ് എന്ന് ഒരു കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്തേണ്ടി വരും. വളരെയധികം നന്ദി ശ്രീ ടി മുഹമ്മദ്, എ സമ്പത്ത്, രാധാകൃഷ്ണൻ മേനോൻ, PM സുരേഷ് ബാബു ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് പ്രതികരിച്ചതിന് ഇടവേള.